നമസ്കാരം. മാർക്ക് ഫെല്ലറും ജിയാങ്ഗുവും ആ പ്രായമുള്ള മനുഷ്യന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം അവർ നടക്കുന്ന ആ വഴിയിലുണ്ട്. രണ്ടു വശത്തും കൂറ്റൻ മലനിരകളാണ്. ആ മലനിരകൾക്കിടയിലായി ഒരു മലയിടുക്ക്. ആ മലയിടുക്ക് ഒരു താഴ്വര പോലെ നമുക്ക് അനുഭവപ്പെടുമെങ്കിലും അതിനകത്ത് വലിയ മരങ്ങളൊന്നുമില്ല. മാർക്ക് ഫെല്ലറും ജിയാങ്ഗുവും ആ മനുഷ്യന്റെ തൊട്ടുപുറകിൽ നടക്കുകയാണ്. ചുറ്റും കൗതുകപൂർവ്വം മാർക്കും ജിയാങ്ങും കണ്ണോടിക്കുമ്പോൾ പെട്ടെന്ന് അയാൾ ഒരു വാചകം പറഞ്ഞു. ഡിവൈൻ സീക്രട്ട് ഫോർമേഷൻ അലേർട്ട്. അയാൾ എന്തോ പറയുന്നത് തൊട്ട് പുറകെ നടക്കുന്ന മാർക്ക് ഫെല്ലർ കേട്ടു. അയാൾ എന്തോ പെറുപിറുക്കുകയാണെന്നാണ് മാർക്കിന് ആ നിമിഷം തോന്നിയത്. പക്ഷേ ആ പെറുപിറുക്കൽ ശരിക്കും ഒരു ഡിവൈൻ സ്പെൽ ആക്ടിവേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലാക്കാൻ മാർക്കിനും ജിയാങ്ങിനും അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പെട്ടെന്നാണ് ആ രണ്ട് മലയുടെയും ഇരുവശത്തു നിന്നുമായി ഒരു കറുത്ത പുക മുകളിലേക്ക് ഉയരുന്നത് അവർ കാണുന്നത്. പെട്ടെന്ന് ആ കറുത്ത പുക അതിവേഗം ആ മലയിടുക്കിന്റെ അങ്ങോളം ഇങ്ങോളം അങ്ങനെ ഉണ്ടായി വന്നപ്പോൾ വല്ലാത്തൊരു കൗതുകത്തോടെ മാർക്കും ജിയാങ്ങും ആ കറുത്ത പുകയിലേക്ക് നോക്കുമ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ കറുത്ത പുക വെറും പുകയല്ല, അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കറുത്ത നിറത്തുള്ള പുഴുക്കളുടെ ഒരു സമ്മേളനമാണ്. ആ പുഴുക്കൾ അങ്ങനെ കൂടി വന്നപ്പോൾ ശരിക്കും ഒരു പുകമറ ഉണ്ടായതുപോലെ മാർക്കിനും ജിയാങ്ങിനും തോന്നിയതാണ്. ഇതെന്താ പെട്ടെന്ന് ഇത്രയും പുഴുക്കൾ? അങ്ങനെ മാർക്കും ജിയാങ്ങും ആലോചിക്കുമ്പോഴേക്കും അവരുടെ ആ മലയിടുക്കിന്റെ മുകൾ ഭാഗത്തുള്ള സൂര്യപ്രകാശം വീഴുന്ന ഭാഗം പോലും ഏതാണ്ടങ്ങ് കവേർഡായി. ഇപ്പൊ ശരിക്കും വിശാലമായ ഒരു കറുത്ത തുരങ്കത്തിലൂടെ അവർ യാത്ര ചെയ്യുന്ന ഫീലാണ് അവർക്ക് അനുഭവപ്പെട്ടത്. മാർക്ക് ഫെല്ലറും ജിയാങ്ങും അമ്പരപ്പോടെ ചുറ്റും വരുന്ന ആ ഇരുട്ടിലേക്ക് നോക്കുമ്പോൾ മാർക്ക് ആ കാഴ്ച കണ്ടു. ആ പുഴുക്കൾ ഒരു സൈന്യം മാർച്ച് ചെയ്യുന്ന പോലെ അവർക്ക് നേരെ മാർച്ച് ചെയ്ത് വരികയാണ്. അതും വൻ വേഗതയിൽ. എന്താ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് ആ മനുഷ്യൻ പെട്ടെന്ന് അപ്രത്യക്ഷമായി. പെട്ടെന്ന് അയാൾ അപ്രത്യക്ഷമായതും ജിയാങ്ങും മാർക്കും ചുറ്റും നോക്കുകയാണ്. ആ നിമിഷത്തിൽ ഒരു ചിരി അവിടെ ഉയർന്നു. ശരിക്കും ഒരു മുഴക്കമുള്ള ചിരി. ആ ചിരി അങ്ങനെ മുഴങ്ങുമ്പോൾ ആ മലയുടെ എല്ലാ ഭാഗത്തു നിന്നും ആ ചിരി പ്രതിധ്വനിക്കുകയാണ്. ആ മനുഷ്യൻ ചിരിക്കുന്നത് എവിടെ നിന്നാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ ആ എൻറ്റയർ ലോകം ഒന്നടങ്കം ആ ചിരിയിൽ മുഴങ്ങി. ആ ചിരിയെ അവർ ശ്രദ്ധിക്കുമ്പോൾ മാർക്ക് ഫെല്ലർ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ച മാർക്കിന്റെ പുറത്ത് കാണുകയാണ്. മാർക്കിന്റെ പുറത്തേക്ക് നിമിഷ നേരം കൊണ്ട് ആ പുഴുക്കൾ അങ്ങ് ഇരച്ചു കയറി. അതേ സമയത്ത് തന്നെ ആ പുഴുക്കൾ ജിയാങ് ഗുവിനെ ഏതടങ്ങ് മുഴുവനായും മൂടുകയും ചെയ്തു. ജിയാങ്ങിന്റെ ശരീരം മുഴുവൻ ആ പുഴുക്കൾ അങ്ങ് മൂടിയതും മാർക്ക് ഫെല്ലർ അമ്പരപ്പോടുകൂടി ജിയാങ്ങിന്റെ പുറത്ത് സംഭവിക്കുന്ന ആ ഒരു മാറ്റവും കണ്ടു. ആ പുഴുക്കൾ ജിയാങ്ങിന്റെ ബോഡി ഏതാണ്ട് കാർന്ന് തിന്നുകയാണ്. ശരിക്കും ഭയന്നുപോയ ജിയാങ് ആ പുഴുക്കളെ തട്ടിത്തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോ ആ ചിരിയുടെ ഉടമ അവരോട് പറഞ്ഞു, ഏയ് അതൊന്നും നടക്കത്തില്ല. ആ പുഴുക്കൾ നിങ്ങളുടെ മാംസവും രക്തവും മാത്രമല്ല ഭക്ഷിക്കുക, നിങ്ങളുടെ ആത്മാവിന് വരെ ഭക്ഷിക്കും. ആ താഴ്വര സംരക്ഷിക്കാനായി ഡാർക്ക് എർത്ത് വാലി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് അതെന്ന് പെട്ടെന്ന് മാർക്കിന് മനസ്സിലായി. മാർക്ക് അമ്പരപ്പോടെ ജിയാങ്കുവിന്റെ ആ ബോഡിയിലേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ ബോഡിയിലും ആ പുഴുക്കൾ നിറഞ്ഞു കഴിഞ്ഞു. ആ സമയത്ത് ആ മനുഷ്യൻ ഒരു വാചകം കൂടി പറഞ്ഞു, ഈ ഡാർക്ക് എർത്ത് വാലിയിലേക്ക് അങ്ങനെ അങ്ങ് കിടക്കാമെന്ന് നീ കരുതിയെങ്കിൽ അത് തെറ്റ്. ഒരു ഗ്രാൻഡ് മാസ്റ്ററുമായിട്ട് വന്ന് എന്നെ അങ്ങ് ഭീഷണിപ്പെടുത്തി കളയാമെന്ന് നീ ധരിച്ചെടുത്താണ് നിന്റെ തെറ്റ്. സാരമില്ല, നിന്റെ ബോഡി ഉപയോഗപ്പെടുമെങ്കിൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ നിന്റെ ബോഡി പോലും അവശേഷിക്കില്ല. അങ്ങനെ ആ മനുഷ്യൻ പറയുമ്പോൾ ജിയാങ്കു അലറി വിളിക്കുന്നുണ്ട്. സഹിക്കാൻ കഴിയാത്ത വേദന ജിയാങ്കുവിന് അനുഭവപ്പെടുകയാണ്. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലറുടെ ബോഡിയിൽ നിന്ന് ഒരു നീലപ്രകാശം പുറത്തേക്ക് വന്നു. ആ നീലപ്രകാശം മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഉണ്ടായ ആ നിമിഷത്തിൽ മാർക്കിന്റെ പുറത്ത് കയറിപ്പറ്റിയിരുന്ന ആ മുഴുവൻ പുഴുക്കളും ഏതാണ്ട് 6-7 മീറ്റർ ദൂരത്തേക്ക് തെറിച്ചു. ശരിക്കും പവർ ലൈനിൽ ഇരിക്കുന്ന കാക്കകൾ കറണ്ട് ആ ലൈനിലൂടെ പാസ് ചെയ്യുന്ന ആ നിമിഷത്തിൽ പറന്നു വരുമല്ലോ, അതുപോലെ മാർക്കിന്റെ പുറത്തുകൂടി ആ നീലപ്രകാശം വന്നതും ആ പുഴുക്കൾ ദൂരേക്ക് തെറിക്കുകയായിരുന്നു. ഷോക്ക് അടിച്ചതുപോലെയാണ് ആ പുഴുക്കൾ തെറിച്ചത്. ആ നിമിഷത്തിൽ തന്നെ മാർക്ക്
മാർക്കിന്റെ കൈ ഒന്ന് ഉയർത്തി. ആ കയ്യിൽ നിന്നുള്ള പ്രകാശം ജിയാങ്കുവിന്റെ പുറത്തേക്ക് വീണതും ജിയാങ്കുവിന്റെ പുറത്തുണ്ടായിരുന്ന പുഴുക്കളൊക്കെ ദൂരേക്ക് തെറിച്ചു. മാർക്ക് ജിയാങ്കുവിനെ അടുത്തേക്ക് പിടിച്ചു. ഈ കാഴ്ച ആ ശബ്ദത്തിന്റെ ഉടമ കാണുന്നുണ്ട്. ഏയ്, എന്താ ഇത്? സ്പിരിച്വൽ ഫയറോ? കൊള്ളാം, ഞാൻ വിചാരിച്ചതിനേക്കാൾ നീ ശക്തനാണ്. ഓക്കെ, സ്പിരിച്വൽ ഫയർ എങ്കിൽ സ്പിരിച്വൽ ഫയർ, നമുക്ക് നോക്കാം ഇത് എവിടം വരെ ചെല്ലുമെന്ന്. അങ്ങനെ അയാൾ പറഞ്ഞതും ദൂരേക്ക് തെറിച്ച ആ പുഴുക്കൾ പെട്ടെന്ന് പുറകോട്ടങ്ങ് മാറി. അതേ സമയത്ത് ആകാശത്തും രണ്ടു വശത്തുമായി നിറഞ്ഞു നിൽക്കുന്ന പുഴുക്കളൊക്കെ പെട്ടെന്ന് അവർക്ക് മുന്നിൽ ഏകദേശം ഒരു 100 അടി ദൂരേക്ക് മാറുകയാണ്. സകല സ്ഥലത്തു നിന്നും ഒരു ആരവത്തോടുകൂടി ആ പുഴുക്കൾ അവർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒഴുകി മാറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിനും ജിയാങ്ങിനും ഒരു പിടിയില്ല. അവർ അമ്പരപ്പോടെ നോക്കുമ്പോൾ ആ പുഴുക്കളൊക്കെയും കൂടി ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചതും ആ സ്ഥലത്ത് പതുക്കെ പതുക്കെ ഒരു കറുത്ത രൂപം ഉണ്ടായി വന്നു. ഏകദേശം 100 അടിയോളം പൊക്കത്തിൽ കറുത്ത ഒരു മനുഷ്യരൂപം അവിടെ അങ്ങനെ ഉണ്ടായി വരികയാണ്. ആ പുഴുക്കളെല്ലാം കൂടെ ചേർന്ന് മനുഷ്യന്റെ ഒരു രൂപം ഉണ്ടാക്കിയെന്ന് പറയാം. ആ രൂപം ഏതാണ്ട് പൂർണ്ണമായതും ഒരു മുഴക്കമുള്ള ശബ്ദം വീണ്ടും കേട്ടു. ഏയ്, നമുക്ക് ഗെയിം ആരംഭിക്കാം. അങ്ങനെ ആ ശബ്ദം പറഞ്ഞതും ആ രൂപം പതുക്കെ മുന്നോട്ട് മൂവ് ചെയ്യാണ്. ശരിക്കും കൂറ്റൻ സ്റ്റെപ്പുകൾ വെച്ചാണ് ആ രൂപം മുന്നോട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ ആ പുഴുക്കൾ മാത്രമാണ് ആ രൂപത്തിലുള്ളത്. ആ പുഴുക്കൾ ഒന്നടങ്കം യന്ത്രമനുഷ്യന്മാർ നടക്കും പോലെ മുന്നോട്ട് കാൽ വെച്ച് വരികയാണ്. ശരിക്കും ഭയപ്പെടുത്തുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ മുന്നോട്ട് കുതിച്ച മാർക്ക് ഫെല്ലർ ആ രൂപത്തിനെ കൈ ഉയർത്തി ഒരു ഒറ്റ ഇടി. കൈ ഉയർത്തി മാർക്ക് ഇടിക്കുമ്പോൾ മാർക്കിന്റെ ആ കൈക്കൊപ്പം സ്പിരിച്വൽ ഫയർ കൂടി പുറത്തേക്ക് വരികയാണ്. ആ നീല നിറത്തുള്ള സ്പിരിച്വൽ ഫയർ ആ രൂപത്തിന്റെ ഒരു ഭാഗത്ത് കൊണ്ടതും ആ ഭാഗത്തുള്ള ആ പുഴുക്കളൊക്കെയും ആ നിമിഷം കത്തി അവസാനിച്ചു. മാർക്ക് വീണ്ടും അതിശക്തമായി ഇടിച്ചു. അപ്പോഴും ആ ഇടിയേറ്റ ഭാഗത്തുള്ള പുഴുക്കൾ ആ നിമിഷം കത്തി അവസാനിക്കുകയാണ്. ആ കാഴ്ച ശരിക്കും ജിയാങ്കുവിനെയും സന്തോഷിപ്പിച്ചു. പക്ഷേ മാർക്കിന്റെ മുഖം പെട്ടെന്ന് വിവർണമായി. മാർക്ക് ഇടിച്ചു തെറിപ്പിച്ച ആ പുഴുക്കൾ ഉണ്ടായിരുന്ന ഭാഗത്ത് അതേ സെക്കൻഡിൽ വേറെ ഒരു കൂട്ടം പുഴുക്കൾ എത്തി. എവിടെ നിന്നാണ് ആ പുഴുക്കൾ എത്തുന്നത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വേഗതയിൽ ആ പുഴുക്കൾ ആ ഭാഗത്ത് നിറയുകയാണ്. മാർക്ക് അതിശക്തമായി വീണ്ടും ആ രൂപത്തെ ആക്രമിച്ചു തുടങ്ങി. അതിന്റെ കാലിലെ മാർക്കിനെ ആക്രമിക്കാൻ പറ്റുന്നുള്ളൂ. ആ കാലിൽ മാർക്കിന്റെ കയ്യിലെ സ്പിരിച്വൽ ഫയർ പതിക്കുന്ന നിമിഷത്തിൽ ആ കാലങ്ങ് അറ്റു പോകുന്നുണ്ട്. പക്ഷെ അടുത്ത നിമിഷം അത് വീണ്ടും യോജിക്കുകയാണ്. ഈ കാഴ്ച അല്പനേരം തുടർന്നതും ആ ശബ്ദം ഉറക്കെ ഒന്ന് ചിരിച്ചു. നടക്കട്ടെ, നിനക്ക് എത്ര നേരം ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആ ശബ്ദത്തിന്റെ ഉടമ ആ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം മാർക്കിന് വ്യക്തമായി മനസ്സിലാകും. മാർക്കിന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജിയാണ് മാർക്ക് ആ സ്പിരിച്വൽ ഫ്ലെയിമായി കൺവേർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അധിക സമയം കഴിയുമ്പോൾ മാർക്കിന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി മുഴുവൻ ഇതുപോലെ സ്പിരിച്വൽ ഫ്ലെയിമായി മാറി അവസാനിക്കുന്നതാണ്. ആ ശബ്ദം അങ്ങനെ പറഞ്ഞതും മാർക്ക് കൈ ഒന്ന് പിൻവലിച്ചു. ആ നിമിഷത്തിൽ മാർക്കിന്റെ ശരീരത്തിൽ നിന്നും കയ്യിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ആ സ്പിരിച്വൽ ഫ്ലെയിം പതുക്കെ മാർക്കിലേക്ക് മടങ്ങി വന്നു. അത് കണ്ടതും ആ ശബ്ദം ചിരിച്ചു. എന്താ, നീ തോൽവി സമ്മതിച്ചു, ഇനി എന്നോട് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് ബോധ്യമായല്ലേ? അങ്ങനെ ആ രൂപം പറയുമ്പോൾ പെട്ടെന്ന് മാർക്ക് ആ നിന്ന സ്ഥലത്തുനിന്ന് അപ്രത്യക്ഷമായി. മാർക്ക് ആകാശത്തേക്ക് കുതിച്ചു എന്ന് പറയാം. ശരിക്കും ലൈറ്റനിങ് വേഗതയിൽ മാർക്ക് മൂവ് ചെയ്യായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ജിയാങ്കുവിനോ ആ ശബ്ദത്തിന്റെ ഉടമയ്ക്കോ മനസ്സിലാക്കും മുമ്പ് ഒരു പ്രകാശം ആ കൂറ്റൻ രൂപത്തിനെ കീറി മുറിച്ചുകൊണ്ട് ആകാശത്ത് നിന്ന് താഴേക്ക് വന്നു. ആ പ്രകാശം ആ രൂപത്തിലൂടെ അങ്ങനെ കടന്നു പോയതും ആ രൂപം ആ നിമിഷം കഷ്ണം കഷ്ണമായി ചിതറി ഏതാണ്ടങ്ങ് അപ്രത്യക്ഷമായി. ആ രൂപം അപ്രത്യക്ഷമാവുമ്പോൾ ആ ശബ്ദത്തിന്റെ ഉടമ വ്യക്തമായും ആ കാഴ്ച കാണുന്നുണ്ട്. കയ്യിൽ ബ്രോൺസ് നിറത്തിലുള്ള ഒരു വാളുമായി മാർക്ക് ഫെല്ലർ നിൽക്കുന്ന കാഴ്ചയാണ് അയാൾ കണ്ടത്. മാർക്കിന്റെ ആ കയ്യിലിരിക്കുന്ന ബ്രോൺസ് വാള് ഈ ഡാർക്ക് എനർജിയുടെ അന്തകനാണ്. മാർക്ക് ആ വാളിങ്ങനെ കറക്കി വീശുകയാണ്. ആ മലയിടുക്കിന്റെ ചുറ്റുമായി ആ അജ്ഞാത മനുഷ്യൻ സൃഷ്ടിച്ച മുഴുവൻ ആ കറുത്ത പുഴുക്കളും ആ നിമിഷം അവിടെ അപ്രത്യക്ഷമായതും ആ അജ്ഞാത മനുഷ്യൻ പെട്ടെന്ന് മാർക്കിന് മുന്നിലെത്തി. അത് ശരിക്കും വിറയ്ക്കുന്നുണ്ട്. ക്ഷമിക്കണം, എന്റെ അവിവേകത്തിനോട് എന്നോട് പൊറുക്കണം. അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതും മാർക്ക്
മാർക്കിന്റെ വാള് അയാൾക്ക് നേരെ ചൂണ്ടിയിട്ട് അയാളോട് പറഞ്ഞു, നീ ഞങ്ങളെ ഡാർക്ക് എർത്ത് വാലിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയില്ലെങ്കിൽ നിന്നെ ഞാനിവിടെ അവസാനിപ്പിക്കും. ഡാർക്ക് എർത്ത് വാലി കണ്ടുപിടിക്കാൻ എനിക്ക് നിന്റെ സഹായമൊന്നും വേണ്ട. അത് പറഞ്ഞതും ആ മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, ഇല്ല, ഞാൻ കൊണ്ടുപോവാം. മാർക്ക് ഫെല്ലറെയും ജിയാങ് ഗൂവിനെയും അപകടപ്പെടുത്താനായി ആ മനുഷ്യൻ സൃഷ്ടിച്ച മായാജാലത്തെ മാർക്ക് ഫെല്ലർ അതിജീവിക്കുമെന്ന് അയാൾ ഒരിക്കലും കരുതിയിരുന്നല്ല. തന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് പോലും അയാൾക്ക് അറിയത്തില്ല. ആ ആൾക്ക് ഒരു ഇന്റേണൽ സ്ട്രെങ്ത് മാസ്റ്ററുടെ ശക്തി മാത്രമാണ് ഉള്ളതെന്ന് നേരത്തെ അയാൾ അളന്നിരുന്നു. പക്ഷെ ഇപ്പോൾ അയാൾ കാണുന്നത് അതിശക്തമായ ഒരു വാളും അതുപോലെ സ്പിരിച്വൽ ഫ്ലെയിമൊക്കെ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. അപകടകാരിയായ ഒരു കക്ഷിയാണ് കൂടെ ഉള്ളതെന്ന് ആ മനുഷ്യന് ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ഫീല് അയാൾ മുന്നോട്ട് നടക്കുമ്പം അയാളുടെ മൂവ്മെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ലേശം ഭയത്തോടു കൂടി അയാൾ മാർക്കിനെയും ജിയാങ്കുവിനെയും മുന്നോട്ട് നയിക്കുകയാണ്. ഇതേ സമയത്ത് ഡാർക്ക് എർത്ത് വാലിയിലെ ഒരു നിലവറയ്ക്കുള്ളിൽ ഷിയ ഊവിനോട് ഭയന്ന് നോറ സംസാരിക്കുകയാണ്. ഷിയ, നമ്മളിനി എന്ത് ചെയ്യും? ഷിയ നോറയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏയ് നോറ, നീ ഭയപ്പെടണ്ട, ആരെങ്കിലും നമ്മളെ രക്ഷിക്കാൻ വരും. ഉറപ്പായിട്ടും മാർക്ക് രക്ഷിക്കാൻ വരുമെന്ന എൻ്റെ മനസ്സ് പറയുന്നത്. ഷിയ, എന്നിട്ട് മാർക്കിനെ കാണാനില്ലല്ലോ, എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ കിടന്ന് മരിക്കുമെന്നാണ്. നോറ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ നിലവറയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം അവർ കേട്ടു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് രണ്ട് മനുഷ്യന്മാരാണ്. അവർ രണ്ടുപേരും നടന്ന് ഷിയുടെയും നോറയുടെയും അടുത്തെത്തി. അവർ അടുത്തേക്ക് വരുമ്പോൾ ഷിയും നോറയും ഒരുപോലെ വിറയ്ക്കുന്നുണ്ട്. വല്ലാത്തൊരു ഭയം ആ പെൺകുട്ടികൾക്കുണ്ട്. ശരിക്കും ഭയന്ന് വിറച്ചുകൊണ്ട് ആ പെൺകുട്ടികൾ അവിടേക്ക് വന്ന ആ ആളുകളെ നോക്കുമ്പോൾ അതിൽ പ്രായം കൂടിയ ആള് മറ്റേ കക്ഷിയോട് ചോദിക്കുകയാണ്, ഇതിൽ ആരാ നമ്മൾ അന്വേഷിക്കുന്ന ആള്? ആ ചോദ്യം ആ ആള് രണ്ടാമത്തെ വ്യക്തിയോട് ചോദിച്ച അതേ നിമിഷത്തിൽ നോറ ഉറക്കെ അയാളോട് പറഞ്ഞു, ഇതാണ് ആള്. ഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാ നോറ അങ്ങനെ പറഞ്ഞത്. നോറ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ ശരിക്കും ഷിയ ഞെട്ടി. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഷിയ ആലോചിക്കുമ്പോഴേക്കും നോറ അവരോട് പറഞ്ഞു, ഇതാണ് ഷിയാവൂ. ഈ ഷിയാവൂനെയാണ് നെൽസൺ നോട്ടമിട്ടത്. നെൽസൺ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഷിയാണ്. ഞാൻ സപ്പോർട്ടായിട്ട് വന്നതാണ്. നോറ ആ അപരിചിതരായ മനുഷ്യരെ നോക്കി അങ്ങനെ പറയുമ്പോൾ ഒരു പ്രതിഭ പോലെ നിശ്ചലായി നിൽക്കുകയാണ് ഷിയാവൂ. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് നോറ. ആ നോറ ഇതാ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ തന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. തള്ളി പറഞ്ഞെന്ന് മാത്രമല്ല, തന്നെ ഇതാ ഒറ്റ കൊടുത്തിരിക്കുന്നു. ഒരു കാരണവശാലും ഷിയ ആ സാഹചര്യത്തിൽ നോറയെ തള്ളി പറയില്ല. ഷിയക്ക് അക്കാര്യത്തിൽ 100% അവളെ വിശ്വാസമാണ്. അമ്പരപ്പോടെ ഷിയ നോറയെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ അപരിചിതർ ഷിയുടെ അടുത്തെത്തി ഷിയുടെ കയ്യിൽ കയറി പിടിച്ചു. അതെ, ഇവൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷിയെ പൊക്കിയെടുത്തുകൊണ്ട് ആ നിലവറയിൽ നിന്ന് പുറത്തേക്ക് കടന്നു. ഷിയുമായി ആ അപരിചിതർ നിലവറയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഷിയുടെ കണ്ണുകൾ ശരിക്കും നോറയിൽ തന്നെ പതിഞ്ഞു നിൽക്കുകയാണ്. അവൾക്കുണ്ടായ ഷോക്ക് അവൾ നിങ്ങോട്ട് മാറിയിട്ടില്ല. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല തന്റെ കൂട്ടുകാരി തന്നെ ഇങ്ങനെ ഒറ്റുമെന്ന്. ഷിയുമായി ആ ആളുകൾ നിലവറയിൽ നിന്ന് പുറത്തിറങ്ങി നേരെ എത്തിയത് ഒരു ഹാളിലേക്കാണ്. ആ ഹാളിൽ കുറെ ആളുകളുണ്ട്. ആ ഹാളിന്റെ ഒത്ത നടുക്കായി ഒരു കളം വരച്ചിട്ടിരിക്കുകയാണ്. 8 കോണുകളുള്ള ഒരു കളമാണ് വരച്ചിരിക്കുന്നത്. ആ കളത്തിന്റെ നടുക്കായി ഒരു ഡെഡ് ബോഡി അങ്ങനെ കിടക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ശക്തനായ ഒരു മനുഷ്യന്റെ ബോഡിയാണ് അവിടെ കിടക്കുന്നത്. ആ ബോഡിയുടെ തൊട്ടടുത്തായി സാക്ഷാൽ ഹാനോവൻ ഇരിക്കുകയാണ്. മാർക്കുമായി 2 തവണ ഏറ്റുമുട്ടിയിട്ടുള്ള അതേ ഹാനോവനാണ് അവിടെ ഇരിക്കുന്നത്. ഷിയാവുമായി ആ ഹാളിലേക്ക് കടന്ന ആളുകൾ ഹാനോവനോടായി പറഞ്ഞു, സെക്ഷൻ മാസ്റ്റർ, ദാ പെൺകുട്ടിയെ ഞങ്ങൾ കൊണ്ടുവന്നു. ഷിയാവുവിനെ ഒന്ന് നോക്കിയ ഹാനോവൻ അവരോട് പറഞ്ഞു, കൊള്ളാം, ഇവള് പ്യുവർ ബ്ലാക്ക് ബോഡിക്കാരിയാണല്ലോ, അവളെ കളത്തിൽ കൊണ്ടിരുത്ത്. കേൾക്കേണ്ട താമസം അവർ ആ കളത്തിന് അകത്ത് തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ ഷിയെ കൊണ്ടിരുത്തി. ആ പ്ലാറ്റ്ഫോം ശരിക്കും ഒരു കോൾഡ് ഫർണസ് ആണെന്ന് പറയാം. സാധാരണ ഫർണസിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ചൂടാണ് നമ്മളെ ബാധിക്കുന്നെങ്കിൽ ആ ഫർണസ് ശരിക്കും തണുപ്പാ ഉള്ളത്. ആ ഫർണസിലേക്ക് ഷിയെ അവർ കിടത്തുന്ന ആ നിമിഷത്തിൽ ഷിയ ഏതാണ്ട് നിശ്ചലയായി. അവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ശരിക്കും ബോധമുണ്ട്. ആ നിമിഷത്തിൽ അവളുടെ ബോഡിയിൽ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടുകയാണ്. അമ്പരപ്പോടെ ആ കോൾഡ് ഫർണസിനകത്ത് അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന ഷിയ ചുറ്റും നോക്കുമ്പോൾ ഹാനോവൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ഞാൻ ആ മാർക്ക് ഫെല്ലറുടെ ബോഡിയിലേക്ക് നമ്മുടെ പാട്രിയാക്കിനെ
കയറ്റി വിടണമെന്നാണ് കരുതിയത്. പക്ഷേ അവനെ കിട്ടിയില്ല. അവന്റെ കയാറ്റിക് ബോഡി പറ്റിയ ശരീരമായിരുന്നു. അതേ സെക്ഷൻ മാസ്റ്റർ, കയാറ്റിക് ബോഡിയുള്ള ആളുകൾ വളരെ അപൂർവമല്ലേ? കയാറ്റിക് ബോഡിയിൽ നമ്മുടെ പാട്രിയെ കയറി പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് നോക്കണ്ടായിരുന്നു. അത് കേട്ടതും ഹാനോവൻ അവരോട് പറഞ്ഞു, സാരമില്ല, ഈ ബോഡിയും അടിപൊളിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സന്യാസി സ്റ്റേഷന്റെ ബോഡിയാണ്. നല്ല പവറുള്ള ബോഡിയാണ്. ഇയാള് ഗ്രാൻഡ് മാസ്റ്ററാണ്. വെറും ഗ്രാൻഡ് മാസ്റ്റർ അല്ല, ഒരു പീക്ക് ഗ്രാൻഡ് മാസ്റ്റർ. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ അവസാന ലെവലിൽ എത്തിയിരുന്ന ഒരാളുടെ ബോഡിയാണ് അവിടെ ഹാനോവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ബോഡിയിലേക്ക് അവരുടെ ആൻസിസ്റ്ററെ ആവാഹിച്ച് കയറ്റാനാണ് ഹാനോവന്റെ തീരുമാനം. ഹാനോവൻ ആ ബോഡിയിലേക്ക് നോക്കിയിട്ട് ആ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ആ മാർക്കിന്റെ കയ്യിലാണ് ആൻസിസ്റ്റർ ഉള്ള ആ ഡാർക്ക് പ്രതിമ. ആ ഡാർക്ക് പ്രതിമ കയ്യിൽ വന്നാലേ നമുക്ക് ആൻസിസ്റ്ററെ അതിന് പുറത്തെടുക്കാൻ പറ്റും. ആ പ്രതിമയിൽ ഒരു സീലുണ്ട്. ആ സീല് പൊട്ടിച്ച് ആൻസിസ്റ്ററെ പുറത്തെടുത്താൽ പിന്നെ ഒന്നുകൊണ്ടും ഭയക്കണ്ട. അതുവരെ ആൻസിസ്റ്ററെ നമുക്ക് പ്രതീകാത്മകമായി ഈ ബോഡിക്കുള്ളിലേക്ക് കൊണ്ടുവരാം. അവരുടെ ആൻസിസ്റ്ററിന്റെ ആത്മാവിന്റെ ഒരു ഭാഗം ആ ഡാർക്ക് എർത്ത് വാലിയിലുണ്ട്. അതിനെ ആ ബോഡിയിലേക്ക് കയറ്റി വിടാമെന്നാണ് ഹാനോവൻ പറയുന്നത്. ആൻസിസ്റ്ററുടെ അല്ലെങ്കിൽ ആ ഡാർക്ക് എർത്ത് വാലിയുടെ പാട്രിയാർക്കിന്റെ തലവന്റെ ആത്മാവിന്റെ 90% മാർക്കിന്റെ കയ്യിലിരിക്കുന്ന ആ പ്രതിമയ്ക്കുള്ളിലാണ്. 10% ഡാർക്ക് എർത്ത് വാലിയിലുണ്ട്. അയാളെ നേരത്തെ പ്രതിമയ്ക്കുള്ളിലാക്കിയ ആള് മനഃപൂർവ്വം അയാളെ രണ്ടായി വിഭജിച്ചിരിക്കുന്നതാണ്. ശരിക്കും അതിശക്തനായ ആരോ ഒരാൾ ഇടപെട്ടിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിക്കുന്നതോടുകൂടി ഹാനോവിന്റെ ആ പാട്രിയാർക്ക് ഡാർക്ക് എർത്ത് വാലിയുടെ യഥാർത്ഥ സൃഷ്ടാവ് ശക്തനായി മാറും. പിന്നെ അവർക്ക് ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ആ യാഥാർത്ഥ്യം അവിടെ കൂടി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഹാനോവൻ പെട്ടെന്ന് അവരോട് പറഞ്ഞു, ഓക്കെ, ഇനി നമുക്ക് സമയം കളയണ്ട, നിങ്ങൾ ആ 8 മൂലകളിലായി നിൽക്കൂ. കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന ആ ആളുകൾ 8 മൂലകളിലേക്ക് കയറുന്നു. ഹാനോവൻ അവർ 8 പേരും മൂലയിലേക്ക് കയറിയതും ചില മന്ത്രങ്ങൾ ചൊല്ലിത്തുടങ്ങി. ചില സീക്രട്ട് സ്പെല്ലുകളാണ്. ആ സ്പെല്ല് സ്റ്റാർട്ട് ചെയ്തതോടുകൂടി ശരിക്കും ഒരു പ്രകാശം ആ 8 പേരിൽ നിന്നും കളത്തിന്റെ നടുക്കോട്ട് നീങ്ങി തുടങ്ങി. ആ 8 പേരുടെയും ഇന്റേണൽ എനർജി നടക്ക് കിടക്കുന്ന ആ ബോഡിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇന്റേണൽ എനർജി പൂർണ്ണമായും 0 ആയിരിക്കുന്ന ആ ബോഡിയിലേക്ക് 8 പേരും അവരുടെ ആ ഇന്റേണൽ എനർജി ഒന്നിച്ച് ഒരു പ്രത്യേക രീതിയിൽ സംയോജിപ്പിക്കുമ്പോൾ ആ ബോഡിക്കുള്ളിൽ പതുക്കെ ജീവന്റെ തുടിപ്പുണ്ടാവും. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ ബോഡിയിലെ ചൂട് നഷ്ടമാകും മുമ്പ് ആ ബോഡിയിൽ മറ്റൊക്കെ കയറി പറ്റാൻ പറ്റും. അതാണ് അവരുടെ തിയറി. ഹാനോവൻ ആ 8 പേരുടെയും ഇന്റേണൽ എനർജി ആ ബോഡിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശരിക്കും ഒരു പെയിൻ ഷിയാവൂന് അനുഭവപ്പെട്ടു തുടങ്ങി. അവളുടെ തൊലിപ്പുറത്ത് കോടാനുകോടി ചെറു ദൂരങ്ങളും രോമങ്ങളുമുണ്ട്. അതുവഴി അതിവേഗതയിൽ അവളുടെ ശരീരത്തിലെ ഡാർക്ക് എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നിമിഷത്തിൽ ശരിക്കും വേദന കൊണ്ട് പുളയുകയാണ് ഷിയാവു. ആ വേദന അവളുടെ ശരീരത്തിലെ വിരൽ മുതൽ തലമുടി വരെ വ്യാപിക്കുമ്പോൾ അവൾ ബോധപൂർവ്വം ശ്രമിക്കുന്നത് ഒരു സിമ്പിൾ കാര്യത്തിലാണ്. ഒരു കാരണവശാലും ആ നിമിഷത്തിൽ അവൾക്ക് ബോധക്കേട് വരരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ട്. ആ വേദന അവൾ സഹിക്കുകയാണ്. സാക്ഷാൽ മാർക്ക് ഫെല്ലർക്ക് പോലും യഥാർത്ഥത്തിൽ ആ വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് സംശയമാണ്. അത്ര വേദനയാണ് ഷിയാവൂന് അനുഭവപ്പെടുന്നത്. ഷിയാവൂന്റെ ശരീരത്തിലെ മുഴുവൻ ഡാർക്ക് എനർജിയും ആ 8 പേരുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജിയും ഒരുമിച്ച് ഒരേ താളത്തിൽ ആ ബോഡിയിലേക്ക് സംയോജിക്കുമ്പോൾ ആ ബോഡിയിൽ ആ നിമിഷത്തിൽ ഹാനോവൻ അവിടെ അവർ സൂക്ഷിച്ചിരിക്കുന്ന പാട്രിയാർക്കിന്റെ ആത്മാവിന്റെ ബാക്കി ഭാഗത്തെ ലയിപ്പിക്കും. അതോടുകൂടി ആ ബോഡി ആ പാട്രിയാർക്കിന് സ്വന്തമാകും. ശരിക്കും ശ്രദ്ധ വേണ്ട ആ പരിപാടി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്നാണ് ഒരു ഇടിവെട്ട് പോലെ ശബ്ദവും ഒരു പ്രകാശവും അവിടെ അനുഭവപ്പെട്ടത്. അതിശക്തമായൊരു പ്രകാശം ആ ഹാളിനകത്തേക്ക് മുകളിൽ നിന്ന് താഴേക്കുന്ന രീതിയിൽ വന്നു. ആ പ്രകാശം അതിശക്തമായി വന്നു പതിച്ചത് ആ കളത്തിനകത്താണ്. ആ കളത്തിലേക്ക് ആ പ്രകാശം പതിച്ച നിമിഷത്തിൽ കളം ചിതറി. കളം ചിതറി ആ നിമിഷത്തിൽ ആ കളത്തിന്റെ 8 മൂലകളിലായി നിന്നിരുന്ന ആ ആളുകളും പുറകോട്ട് തെറിച്ചു. ശരിക്കും അമ്പരപ്പോടെ സകലരും ഞെട്ടിത്തിരിയുമ്പോൾ ഹാനോവൻ തുറന്നിടക്കുന്ന വാതിൽക്കിലേക്ക് നോക്കി. അയാൾക്ക് ഇപ്പോ ആ കാഴ്ച കാണാം. ആ വാതിലിലൂടെ ഊരിപ്പിടിച്ച വാളുമായി സാക്ഷാൽ മാർക്ക് ഫെല്ലറും ജിയാങ്ഗുവും കടന്നു വരികയാണ്. അവരെ കണ്ടതും ഹാനോവൻ ആദ്യം ഒന്ന് അമ്പരന്നു. പക്ഷെ അടുത്ത നിമിഷത്തിൽ അയാൾ പൊട്ടിച്ചിരിക്കുകയാണ്. വരണം മാർക്ക്, വരണം. ഞാൻ യഥാർത്ഥത്തിൽ നിന്നെ എങ്ങനെ പിടിക്കാമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ നീ എന്റെ താവളത്തിലേക്ക് വന്നു കയറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. വാ വാ. അങ്ങനെ പറഞ്ഞിട്ട് ഹാനോവൻ ആ കളത്തിൽ നേടിയിട്ടു. ഹാനോവനെ ഒന്ന് നോക്കിയിട്ട്
മാർക്ക് ഫെല്ലർ ചുറ്റും ഒന്ന് നോക്കി. മാർക്കിന്റെ കണ്ണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന കോൾഡ് ഫർണസിൽ പതിയുന്നത് അപ്പോഴാണ്. മാർക്ക് പെട്ടെന്ന് ആ ഫർണസിനടുത്തെത്തി. ശരിക്കും ആ ഫർണസിൽ ഷിയാവു ഏതാണ്ട് അദൃശ്യ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് അനങ്ങാൻ പറ്റാത്തതിന്റെ കാരണം അതാണ്. അത് കണ്ടതും മാർക്ക് അയാളുടെ ആ ബ്രോൺസ് സോഡ് ഒന്ന് വീശി. ആ നിമിഷത്തിൽ ആ ബ്രോൺസ് സോഡിൽ നിന്നുള്ള പ്രകാശം ആ സകല ചങ്ങലകളെ അരിഞ്ഞു തെറിപ്പിച്ചു. മാർക്ക് ഷിയാവുവിനെ കോരിയെടുത്തു. ഈ കാഴ്ച കണ്ട ഹാനോവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാകില്ല. ഹാനോവൻ അങ്ങനെ പറഞ്ഞപ്പോ മാർക്ക് ഷിയാവുവിനെ രണ്ട് കൈയിലേക്കും എടുത്തിരിക്കുകയാണ്. ആ നിമിഷത്തിൽ ഒന്ന് വിറച്ച ഷിയാവുവിന്റെ കണ്ണുകൾ മാർക്കിന്റെ മുഖത്തൊന്ന് ഉടക്കി. മാർക്കിന്റെ മുഖം ഷിയാവു തിരിച്ചറിഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് എത്തിയല്ലേ? അങ്ങനെ അവൾ പറഞ്ഞപ്പോ മാർക്ക് അവിടെ പുറത്തു തട്ടിയിട്ട് അവളോട് പറഞ്ഞു, ഷിയ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്. അങ്ങനെ മാർക്ക് പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അതേ നിമിഷത്തിന് അവളുടെ കണ്ണ് അങ്ങ് അടയുകയും ചെയ്തു. മാർക്ക് വരാൻ വേണ്ടി അവൾ അതുവരെയും അവളുടെ സർവശക്തിയും ഉപയോഗിച്ചത് ആ കണ്ണ് തുറന്നു പിടിക്കാനാണ്. അത് കണ്ടതും മാർക്ക് ജിയാങ്കുവിനെ വിളിച്ചിട്ട് ജിയാങ്കുവിന്റെ കയ്യിലേക്ക് ഷിയെ ഏൽപ്പിച്ചു. ജിയാങ്, അവളെ നോക്കിക്കൊള്ളണേ. മാർക്ക് പറയാതെ തന്നെ അവിടെ ഒരു ഫൈറ്റ് നടക്കാൻ പോവുകയാണെന്നുള്ളൊരു ജിയാങ്കുവിന് അറിയാം. അതുകൊണ്ട് തന്നെ ജിയാങ്കു വളരെ കരുതലോടെ ഷിയെ ഏറ്റുവാങ്ങിയിട്ട് അല്പം മാറി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഷിയെ കിടത്തി. അതിന് അടുത്തായി ജിയാങ്കു അങ്ങനെ കാവൽ നിൽക്കുകയാണ്. ഈ സമയത്ത് ഹാനോവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഡാർക്ക് എർത്ത് വാലിയിലേക്ക് സ്വമേധയാ വന്നത് എന്തായാലും നന്നായി. എനിക്ക് നിന്റെ ഈ ബോഡി കണ്ട നിമിഷം മുതൽ വല്ലാത്തൊരു ആഗ്രഹം. എന്റെ പാട്രിയാർക്കിന് നിന്റെ ഈ ബോഡി കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഹാനോവൻ പറഞ്ഞ നിമിഷത്തിൽ മാർക്ക് ഹാനോവനോട് പറഞ്ഞു, നിന്നെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. അങ്ങനെ മാർക്ക് പറഞ്ഞതും ഹാനോവൻ എന്തോ സാവധാനം പറഞ്ഞു. അത് ശരിക്കും ഒരു മന്ത്രം ചൊല്ലിയാണെന്ന് പറയാം. ആ മന്ത്രം ചൊല്ലി അതേ നിമിഷത്തിൽ ഹാനോവന്റെ കയ്യിൽ ഒരു ഗോളം പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും രസകരമായ ഒരു ഗോളം. ആ ഗോളത്തിന്റെ ഒരു ഭാഗം സൂര്യനും മറുഭാഗം ചന്ദ്രനുമാണെന്ന് പറയാം. ആ ഗോളം ഹാനോവന്റെ കയ്യിലേക്ക് വന്നതും ഹാനോവന്റെ മുഖത്ത് ഒരു വല്ലാത്ത പുഞ്ചിരിയാണ്. അയാൾ ആ ഗോളത്തെ അങ്ങനെ രണ്ട് കൈകൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തു. ജസ്റ്റ് പുഷ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ പതുക്കെ ആ ഗോളം മുന്നോട്ട് വരുന്നു എന്നാണ്. പക്ഷെ സംഭവിച്ചത് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ ഗോളം മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് നിറഞ്ഞു വരുന്നതാണ്. ആ ഗോളം മുന്നോട്ട് നീങ്ങുമ്പോൾ ആ ഗോളം അങ്ങ് വലുതായി വരികയാണ്. ശരിക്കും വലിയ ഗോളത്തിനകത്തേക്ക് മാർക്കിനെ അകപ്പെടുത്താനുള്ള ഒരു സൂത്രവിധിയാണ് ഹാനോവൻ അവിടെ ഉപയോഗിച്ചത്. ആ ഗോളത്തിനകത്ത് മാർക്ക് അകപ്പെട്ടാൽ പിന്നെ മാർക്ക് അവർക്ക് സ്വന്തമാണ്. മാർക്കിന് പുറത്തു കിടക്കാനാവില്ല. ആ ഗോളം മാർക്കിന് നേരെ പാഞ്ഞു വന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ ബ്രോൺസ് സോഡ് വീണ്ടും ഒന്ന് ചലിച്ചു. ശരിക്കും മുകളിൽ നിന്ന് താഴേക്കും ഇടത്തുനിന്ന് വലത്തേക്കും ആ വാളൊന്ന് ചലിച്ചതും ആ ഗോളം കഷ്ണം കഷ്ണമായി ചിതറി താഴെ വീണു. അത് കണ്ടതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നിന്നെ ഞാൻ അവസാനം കാണുമ്പോൾ നിനക്ക് ഇത്ര ശക്തി ഉണ്ടായിരുന്നില്ല. നീ മെച്ചപ്പെട്ടിരിക്കുകയാണല്ലോ. കൺഗ്രാറ്റുലേഷൻ. തനിക്കെതിരെ മത്സരിക്കുന്ന ആൾക്ക് ശക്തി ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ നിമിഷത്തിലും അഭിനന്ദിക്കാൻ ഹാനോവന് ഒരു മടിയുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഹാനോവൻ അയാളുടെ പുറകിലായി നിൽക്കുന്ന ആളുകളെ ഒന്ന് നോക്കി. അയാൾ അവരെ നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, സീക്രട്ട് ചെയിൻ ആക്ടിവേറ്റ് എന്ന് പറയുമ്പോൾ സീക്രട്ട് ചെയിൻ ആക്ടിവേഷൻ നടത്താനായി ഹാനോവൻ പറഞ്ഞ ആ നിമിഷത്തിൽ ആ 8 പേരും അവരുടെ കൈയൊന്നുയർത്തി. ശരിക്കും അമ്പരപ്പിക്കുന്ന റിസൾട്ടാണ് ആ ഉയർന്ന കൈകൾ സൃഷ്ടിച്ചത്. ആ കൈകൾ ഉയർന്നു വന്നതും അതിൽ നിന്ന് അദൃശ്യമായ ഒരു ചങ്ങല പെട്ടെന്ന് മാർക്കിന് ചുറ്റും അങ്ങ് ഉണ്ടായി വന്നു. മാർക്കിന്റെ കൈകളും കാലുകളും ആ ചങ്ങലകൾ തൊട്ട് സമീപത്തുള്ള തൂണുകളിലേക്ക് ബന്ധിച്ചു. വയറും കഴുത്തും ഒക്കെ അതുപോലെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടു. ആ അദൃശ്യ ചങ്ങലയിൽ മാർക്ക് ബന്ധിക്കപ്പെട്ടതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ എത്ര ശക്തനായാലും ഇവിടെ ഈ ഡാർക്ക് എർത്ത് വാലിയിൽ അവസാന തീരുമാനം ഞാനാ എടുക്കുക. അതുകൊണ്ട് മാർക്ക്, നിന്നെ ഉപദ്രവിക്കാതെ നിന്റെ ബോഡി എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഹാനോവൻ അങ്ങനെ പറഞ്ഞിട്ട് ഒന്ന് അട്ടഹസിച്ചിരിക്കുമ്പോൾ അതിനെ കൂടെ മാർക്ക് ഒന്ന് ചിരിച്ചു. ശരിക്കും ബന്ധിക്കപ്പെട്ടിരിക്കുന്ന മാർക്ക് ഫെല്ലർ കൂടെ ചിരിക്കുമ്പോൾ ഹാനോവന്റെ ചിരി പെട്ടെന്നങ്ങ് നിന്നു. ആ ചിരി നിൽക്കുന്ന നിമിഷത്തിനെ അയാൾ ഒരു കാഴ്ച കണ്ടു. മാർക്കിന്റെ ശരീരത്തിൽ ഒരു സുവർണ പ്രകാശം.
ആ സുവർണ പ്രകാശം മാർക്കിന്റെ കാല് മുതൽ തല വരെ പെട്ടെന്ന് പടർന്നു ഉയരുമ്പോൾ ആ പ്രകാശം സകല സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. ആ നിമിഷത്തിൽ മാർക്കിനെ ബന്ധിപ്പിച്ചിരുന്ന സകല അദൃശ്യ ചങ്ങലകളും കഷ്ണം കഷ്ണമായി അങ്ങ് ചിതറി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ ചങ്ങലകൾ അപ്രത്യക്ഷമായതും ആ ചങ്ങലകൾ സൃഷ്ടിച്ചിരുന്ന ആ എട്ടങ്കറ്റിയും ദൂരേക്ക് തെറിച്ചു. വല്ലാത്തൊരു ഫോഴ്സ് അവരെ എടുത്തെറിഞ്ഞു എന്ന് പറയാം. ഇപ്പോ ഹാനോവന്റെ മുഖത്ത് ശരിക്കും ഒരു ഭയം വന്നിട്ടുണ്ട്. ഹാനോവനെ നോക്കി മാർക്ക് ഫെല്ലർ പറഞ്ഞു, ഹാനോവൻ, നീ ഇന്ന് ഇവിടെ അവസാനിക്കും. മാർക്ക് ഫെല്ലർ പറഞ്ഞ ആ വാചകം കേട്ടതും ഹാനോവന്റെ കണ്ണുകൾ താഴെ കിടക്കുന്ന ആ ബോഡിയിലേക്ക് പതിഞ്ഞു. അയാളുടെ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ഇനി നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, പാട്രിയാർക്കിന് വേണ്ടി നമ്മൾ ഒരുക്കിയ ബോഡിയിലേക്ക് ഞാൻ കയറുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും അതിൻ്റെ അർത്ഥം ആ എട്ടംഗ സേനയ്ക്ക് അറിയാം. അവർ പെട്ടെന്ന് ആ കളത്തിൻ്റെ 8 മൂലയിലേക്ക് കയറി. ഹാനോവൻ എന്താണ് ചെയ്യുന്നത് അറിയാനായി മാർക്ക് കൗതുകപൂർവ്വം ഹാനോവനെ നോക്കുന്നതും ഹാനോവന്റെ ആ ബോഡി പെട്ടെന്ന് താഴേക്ക് വീണു. ആ ബോഡിയിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് ഇറങ്ങുന്നതും ആ പ്രകാശം സാവധാനം ആ ഡെഡ് ബോഡിയിലേക്ക് സഞ്ചരിക്കുന്നതും മാർക്ക് ഫെല്ലർക്ക് കാണാം. മാർക്ക് ഫെല്ലറും ജിയാങ് ഗുവും എന്നത് ശ്വാസം അടക്കി പിടിച്ചാണ് ആ കാഴ്ച കാണുന്നത്. തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. ഒരാളുടെ ശരീരത്തിൽ നിന്ന് അയാളുടെ ആ ഡിവൈൻ സെൻസ് ഇറങ്ങി സാവധാനം അടുത്ത ബോഡിയിലേക്ക് കടക്കുകയാണ്. ഈ നിമിഷത്തിൽ ആ കളങ്ങളുടെ 8 മൂലയ്ക്ക് നിന്നിരുന്ന ആളുകൾ അവരുടെ ഇന്റേണൽ എനർജി ഒന്നടങ്കം ഹാനോവന്റെ ആ ഡിവൈൻ സെൻസ് വലിച്ചെടുത്ത് ആ ഡെഡ് ബോഡിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അങ്ങനെ വലിക്കപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പെയിൻ അനുഭവപ്പെടും. ആ പെയിൻ അനുഭവപ്പെട്ട ആളുകൾ ഉറക്കെ ചോദിക്കുകയാണ്, സെക്ഷൻ മാസ്റ്റർ എന്താ ഇത്? ഭയപ്പെടേണ്ട, നമുക്ക് നമ്മുടെ എർത്ത് വാലി അല്ലേ വലുത്. നിങ്ങൾ നിങ്ങളുടെ ജീവൻ കളഞ്ഞും ഈ എർത്ത് വാലി സംരക്ഷിക്കേണ്ടവരല്ലേ. ആ എർത്ത് വാലിയുടെ സെക്ഷൻ മാസ്റ്ററെ നിലനിർത്തിയാൽ ആ എർത്ത് വാലി നിലനിർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ എട്ടംഗ സേന സ്വാഭാവികമായിട്ടും അവരുടെ ശക്തി, അവരുടെ ജീവിതം, അവരുടെ ജീവൻ ഒക്കെ സെക്ഷൻ മാസ്റ്റർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. ആ ബലിയർപ്പിക്കാനുള്ള മനസ്സാണ് അവരുടെ കരുത്ത്. അത് മനസ്സിലാക്കിയതും വേറെ ഡയലോഗ്സ് ഒന്നും ഇല്ലാതെ അവർ സ്വമേധയ അവരുടെ ഇന്റേണൽ എനർജി ആ ഡെഡ് ബോഡിയിലേക്ക് സംക്രമിപ്പിച്ചു തുടങ്ങി. ശരിക്കും അതിവേഗതയിൽ അവരുടെ ഇന്റേണൽ എനർജി ആ ബോഡിയിലേക്ക് കയറുമ്പോൾ മാർക്ക് ഫെല്ലറും ജിയാങ് ഗുവും അത് തന്നെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മാർക്ക് ഫെല്ലറും ജിയാങ് ഗുവും ശരിക്കും വല്ലാത്തൊരു കൗതുകത്തോടെയും അമ്പരപ്പോടെയും ആ കാഴ്ച അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഹാനോവന്റെ ആ ബോഡി താഴേക്ക് വീണു. ഹാനോവന്റെ ബോഡിയിലെ അവസാന ഊർജവും ആ തറയിൽ കിടക്കുന്ന ബോഡിക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. മാർക്ക് കൗതുകപൂർവ്വം ആ കളത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ നിമിഷത്തിലാണ് ആ തറയിൽ കിടന്ന ആ ഡെഡ് ബോഡി ഒന്ന് അനങ്ങിയത്. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച വിശ്വസിക്കാനാവാതെ കണ്ടു നിൽക്കുകയാണ് ജിയാങ് ഗുവും അതുപോലെ മാർക്കും. അവരെങ്ങനെ ആ കളത്തിലേക്ക് നോക്കുന്നതും അനങ്ങിയ ആ ഡെഡ് ബോഡി സാവധാനം പതുക്കെ നിവർന്നു വരികയാണ്. ആ ഡെഡ് ബോഡി ആ കളത്തിനകത്തുനിന്ന് എണീറ്റ് നേരെ അങ്ങനെ നിന്നു. ശരിക്കും ഒരു ആചാരബാഹുവായ ഒരു മനുഷ്യൻ നല്ല കരുത്തോടെ അങ്ങനെ എണീറ്റെങ്ങനെ നിൽക്കുമ്പോൾ അത് ഒരു കാഴ്ച തന്നെയാണ്. ആ ബോഡിയിലേക്ക് തന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന ആ ബോഡിയിലെ കണ്ണുകൾ അതിനുശേഷം ഒന്ന് ചിരിച്ചു. ഞാൻ ഈ ബോഡി എൻ്റെ പാട്രിയാക്കിന് വേണ്ടി നീക്കി വെച്ചതാണ്. മാർക്ക്, നീ ഇടപെട്ടതുകൊണ്ട് ഈ ബോഡി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിലെനിക്ക് നിന്നോട് തികച്ചും കടപ്പാടുണ്ട്. ശരിക്കും നീ എന്നെ സഹായിച്ചു. നല്ല ഒരു ബോഡിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഹാനോവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാനോവൻ ഇപ്പോൾ ഉപയോഗിച്ചിരുന്നത് മാർക്ക് ഹാനോവനെ കണ്ടതിന് ശേഷമുള്ള 3ാമത്തെ ബോഡിയാണ്. ഇതാ ഇപ്പോൾ 4ാമത്തെ ബോഡിയിലേക്ക് ഹാനോവൻ കടന്നിരിക്കുകയാണ്. ഗോൾഡിയുടെ ബോഡിയേക്കാൾ ശക്തമായ ബോഡി. ആ ബോഡിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ഹാനോവൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ ബോഡിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അറിയോ ഇതെന്താണെന്ന്? ഇതാണ് സെയിന്റ് ബോഡി, സെയിന്റി ബോഡി എന്ന് പറയും. അതെ, സന്യാസിമാരുടെ ശരീരമാണ്. ഈ ബോഡി ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ബോഡിയാണ്. മാർക്ക്, നിന്റെ കയോട്ടിക് ബോഡി ശരിക്കും ശക്തമല്ലേ? നമുക്ക് ഒന്ന് നോക്കിയാലോ ആർക്കാണ് ശക്തിയെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ആ നിമിഷം തന്നെ
മുന്നോട്ട് കുതിച്ച ഹാനോവൻ 2 സ്റ്റെപ്പ് മുന്നോട്ട് കുതിച്ചിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് ഫൈറ്റ് ചെയ്യുന്നത് പുറത്തു വെച്ചാകാം. ആ 2 മഹാമേരികൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ ആ നിലവറയ്ക്കുള്ളിലെ ഹാളിനകത്താണ് നടക്കുന്നതെങ്കിൽ ആ നിലവറ പൊളിഞ്ഞു വീഴുമെന്ന് 100% ഉറപ്പാണ്. ആ നിലവറ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഹാനോവൻ മാർക്കിനോട് അങ്ങനെ പറഞ്ഞതും മാർക്ക് ഹാനോവിനൊപ്പം പുറത്തേക്ക് ഇറങ്ങി. 2 മഹായോദ്ധാക്കൾ തമ്മിലുള്ള ഒരു ഫൈറ്റിന് അങ്ങനെ ആ തുറസായ സ്ഥലം വേദിയാവുകയാണ്. ഹാനോവനെ മാർക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഹാനോനോട് പറഞ്ഞു, ശരിക്കും എനിക്കും കൗതുകമുണ്ട്. നിന്റെ ബോഡി എത്രത്തോളം ശക്തമാണെന്ന് അറിയാൻ ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. ബാ. മാർക്ക് അങ്ങനെ വെല്ലുവിളിച്ചതും ഹാനോവൻ മുന്നോട്ട് കുതിച്ചു. ഹാനോവന്റെ മൂവ്മെന്റ്സിന് വല്ലാത്തൊരു വേഗതയുണ്ട്. ഹാനോവൻ മുന്നോട്ട് കുതിച്ചപ്പോൾ മാർക്ക് ഫെല്ലറും മുന്നോട്ട് കുതിക്കുകയാണ്. 2 അതിശക്തരായ യോദ്ധാക്കൾ ഒരുമിച്ച് ആ തുറസായ മലയിടുക്കിൽ മുന്നോട്ട് കുതിച്ചപ്പോൾ അവരുടെ ആ വേഗതയും പവറും ചുറ്റുമുള്ള സകലതിനെ ഇളക്കി തെറിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടതും ജിയാങ്കു ഒരു സ്ഥലത്തേക്ക് മാറി. ശരിക്കും ഒരു മറയുടെ ഭാഗത്തേക്കാണ് ജിയാങ്കു മാറിയത്. ഷിയാവു ഈ സമയത്തും അകത്തുണ്ട്. മാർക്കിനൊപ്പം പുറത്തെത്തിയ ആ കളത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകളും പതുക്കെ മറകളുടെ ഭാഗത്തേക്ക് മാറുകയാണ്. ഇതിനിടയിൽ മാർക്ക് ഫെല്ലറും ഹാനോവനും മുഖാമുഖം എത്തിക്കഴിഞ്ഞു. 2 പേർക്കും അറിയേണ്ടത് അവരുടെ ഫിസിക്കൽ ബോഡിയുടെ ശക്തിയാണ്. അതുകൊണ്ട് തന്നെ 2 പേരും അവരുടെ ഇന്റേണൽ സ്ട്രെങ്ത് ഉപയോഗിക്കാതെ കൈകൊണ്ട് ഏറ്റുമുട്ടുകയായിരുന്നു. ഹാനോവൻ അതിശക്തമായി പഞ്ച് ചെയ്യണം. അതേ ശക്തിയിൽ മാർക്കും പഞ്ച് ചെയ്തു. 2 കൂടങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ തീപ്പൊരി ചിതറുമെന്ന് പറയും പോലെ ആ ഇടി അവിടെ ശരിക്കും ഒരു തീപ്പൊരി ചിതറിക്കുകയാണ്. തീപ്പൊരി മാത്രമല്ല, വല്ലാത്തൊരു പൊടിപടലമാണ് അവിടെ ഉണ്ടാക്കിയത്. അതിനേക്കാൾ ഏറെ ശ്രദ്ധേയമായത് അതിശക്തമായ ഒരു സ്ഫോടനമാണ്. ചെവി തുളയ്ക്കുന്ന ശബ്ദം അതാണ് അവിടെ ഉണ്ടായത്. ആ ചെവി തുളയ്ക്കുന്ന ശബ്ദം മലയുടെ മുകളിലെത്തി മാർക്കിനെയും ജിയാങ്കുവിനെയും ഫോളോ ചെയ്യുന്ന ക്രിസ്റ്റിയും അവന്റെ കൂട്ടുകാരിയും കേട്ടു. ശബ്ദം കേട്ട ദിക്കിലേക്ക് പെട്ടെന്ന് അവർ രണ്ടുപേരും ഓടി തുടങ്ങി. എന്തോ സംഭവിക്കുകയാണ്. ആ ഒരു തോന്നൽ അവർക്ക് 2 പേർക്കുമുണ്ട്. ചെങ്ഫോർഡ് ക്രിസ്റ്റിയും ടെന്നി ലിങ്ങും ഓടി ആ താഴ്വരയിലേക്ക് എത്തുമ്പോൾ അവർക്ക് മുൻപിൽ കാണാൻ കഴിയുന്നത് പൊടിപടലങ്ങൾ ഉയരുന്നതാണ്. ആ നിമിഷത്തിൽ അവിടെ ആ യുദ്ധക്കളത്തിൽ 2 പേരും ശരിക്കും മുഖത്തോട് നോക്കുകയാണ്. 2 പേരും ഇപ്പോൾ ഏകദേശം 10 അടി അകലത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഇടിയുടെ ആഘാതത്തിൽ 2 പേരും പുറകോട്ട് മാറ്റപ്പെട്ടതാണ്. മാർക്ക് ഫെല്ലർ ഹാനോവനോട് പറഞ്ഞു, ഏയ് ഹാനോവൻ, നിന്റെ ബോഡി ശരിക്കും ശക്തിയുള്ളത് തന്നെയാണ്. അതെ മാർക്ക്, ഞാനും അതാ പറയുന്നത്. നിന്റെ ബോഡിയും ശക്തിയുള്ളതാണ്. 2 പേരുടെയും ബോഡികൾ അതിശക്തമാണ്. ഹാനോവന് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ആ ബോഡിയുടെ ശക്തി ശരിക്കും മാർക്കിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കെയാറ്റിക് ബോഡിക്ക് തത്തുല്യമായ വേറൊരു ബോഡി ഇല്ല എന്നാണ് മാർക്ക് കരുതിയിരുന്നത്. മാർക്ക് അനവധി തവണ മാർക്കിന്റെ ബോഡി റീകണ്ടീഷനിങ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഹാനോവന്റെ ആ ഇടി താങ്ങാനുള്ള കരുത്ത് തനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്ന് മാർക്കിന് 100% ഉറപ്പാണ്. മാർക്കിനത് ഫീൽ ചെയ്യുന്നുണ്ട്. മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഹാനോവൻ പിന്നെയും മുന്നോട്ട് കുതിച്ചു. ശരിക്കും അയാൾക്ക് മാർക്കിനെ പഞ്ച് ചെയ്ത് മതിയായില്ല. ഹാനോവന്റെ അതിശക്തമായ പഞ്ചിനോട് മാർക്കും അതേ ശൈലിയിലാണ് പ്രതികരിക്കുന്നത്. ശക്തമായ തിരിച്ചടി. അവർ 2 പേരും തമ്മിലുള്ള ആ ഫിസിക്കൽ ബോഡി വെച്ചുള്ള യുദ്ധം ആ കളം മുഴുവൻ നിറഞ്ഞു എന്ന് പറയാം. ആ 2 മലയുടെ ഇടയിലുള്ള ആ തുറസായ സ്ഥലത്ത് അവരെ ഓടി നടന്ന് ഫൈറ്റ് ചെയ്യാണ്. ശരിക്കും 2 പേരും ദൂരേക്ക് തെറിക്കും, ഓടി വരും, ചാടി ഉയരും, ആഞ്ഞിടിക്കും. ആ ഇടികൾ 2 പേരുടെയും പുറത്ത് തലങ്ങും വിലങ്ങും വീണു തുടങ്ങുമ്പോൾ നമ്മുടെ ക്രിസ്റ്റിയും ടെന്നിയും ഏതാണ്ട് അവർക്ക് വളരെ അടുത്തെത്തിക്കഴിഞ്ഞു. വല്ലാത്തൊരു അമ്പരപ്പോട് കൂടിയാണ് ക്രിസ്റ്റിയും ടെന്നിയും ആ കാഴ്ച കാണുന്നത്. 2 അതിശക്തരായ ആളുകൾ അവർ ആകാശത്തേക്ക് കുതിക്കുന്നു, താഴേക്ക് വരുന്നു, ചാടി ഇടിക്കുന്നു, വീണ്ടും പറക്കുന്നു. വല്ലാത്തൊരു ഷോയാണ് അവിടെ കാണുന്നത്. ആ ഷോ നടക്കുമ്പോൾ ആ ഭാഗത്തുള്ള മണ്ണും മരങ്ങൾ ഉൾപ്പെടെ സകലതും പൊട്ടിത്തെറിക്കുകയാണ്. മരങ്ങൾ വളരെ കുറവാണ് അവിടെ. ഉള്ള മരങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് നാമാവിശേഷമായി. അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. 2 പേരുടെയും ദേഹത്ത് നിന്ന് ചോര ശരിക്കും കാര്യമായി ഒലിക്കുകയാണ്. മാർക്കിന്റെ ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകൾ പറ്റിക്കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഹാനോവന്റെ ശരീരത്തിലും. ഹാനോവൻ തന്റെ ശരീരത്തിലേക്ക് ഒന്ന് നോക്കി. ഇപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് തുടങ്ങിയിട്ട് ഏകദേശം 12 മിനിറ്റ് ആവും.
ഹാനവന്റെ ബോഡിയിൽ നിറയെ മുറിവുകളാണ്. അതേ മുറിവ് മാർക്കിന്റെ ബോഡിയിലുമുണ്ട്. അത് നോക്കിയിട്ട് ഹാനവൻ പറഞ്ഞു, മാർക്ക്, ഇനി നമുക്ക് തമാശ വിടാം. മാർക്ക്, ബി കെയർഫുൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാനവൻ നിന്ന സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനായി. ഹാനവൻ ആ നിമിഷം മുതൽ ഫിസിക്കൽ സ്ട്രെങ്തിൽ നിന്ന് ഇന്നർ സ്ട്രെങ്തിലേക്ക് അവന്റെ ആക്ടിവിറ്റീസ് മാറ്റുകയാണ്. ഒരു ആഫ്റ്റർ ഇമേജ് മാത്രമാണ് ഹാനവൻ നിന്ന സ്ഥലത്തുള്ളത്. അടുത്ത നിമിഷത്തിൽ ഹാനവൻ മാർക്കിന്റെ തൊട്ടു മുന്നിലെത്തി. ഹാനവൻ അവരുടെ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായ ആ നിമിഷത്തിൽ തന്നെ അപകടം മണത്ത മാർക്ക് സെയിന്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്തിരുന്നു. സെയിന്റ്ലി ബോഡി ടെക്നിക് ആക്ടിവേറ്റ് ചെയ്ത മാർക്കിന് ചുറ്റും ഒരു ഗോൾഡൻ പ്രകാശം വന്ന അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർക്ക് മുന്നിലെത്തിയ ഹാനോവന്റെ വലത് കൈ അതിശക്തമായി മുന്നോട്ട് കുതിച്ചു. ആ കൈയിൽ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രകാശത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക പക്ഷിയുടെ കാല് പോലെ നഖങ്ങൾ വളഞ്ഞിരിക്കുന്നതാണ്. ശരിക്കും ഒരു പക്ഷിക്കാൽ ഉപയോഗിച്ചുകൊണ്ട് മാർക്കിനെ ആക്രമിക്കുകയാണ് ആ നിമിഷത്തിൽ ഹാനോവൻ. അതിശക്തമായ ആ പക്ഷിക്കാല് മാർക്കിന്റെ കഴുത്ത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് നീങ്ങുന്നത്. മാർക്ക് പെട്ടെന്ന് ഒന്ന് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും ആ കൈ മാർക്കിന്റെ പുറത്ത് പതിക്കുകയും ചെയ്തു. ഒരു നീറ്റൽ തൽഫലമായി മാർക്കിന് അനുഭവപ്പെട്ടു. മാർക്ക് ഒന്ന് ചരിഞ്ഞപ്പോ മാർക്കിന്റെ ഷോൾഡറിലാണ് ആ കൈ പതിച്ചത്. മാർക്കിന്റെ സകല പ്രൊട്ടക്ഷനെയും വലിച്ചു കീറിക്കൊണ്ടാണ് ഹാനോവൻ മാർക്കിന്റെ ഷോൾഡറിൽ പരിക്കേൽപ്പിച്ചത്. മാർക്കിന്റെ സെയിന്റ്ലി ബോഡി ടെക്നിക് സെക്കൻഡ് ലെവലാണ് അവിടെ പരാജയപ്പെടുന്നത്. പക്ഷെ ആ ബോഡി ടെക്നിക് അതിശക്തമായ ഒരു സ്പെല്ലായതുകൊണ്ട് അധികം പരിക്കില്ലാതെ മാർക്ക് ദൂരേക്ക് തെറിക്കുകയും ചെയ്തു. ഹാനോവിൽ നിന്ന് ഏകദേശം 8-10 അടി ദൂരത്താണ് ഇപ്പോൾ മാർക്ക് ഫെല്ലർ. മാർക്ക് അയാളുടെ ഇടത് ഷോൾഡറിലേക്ക് നോക്കി. ആ ഇടത് ഷോൾഡറിലാണ് വരകൾ വീണിരിക്കുന്നത്. ദേഹം മുഴുവൻ നേരത്തെ ഫൈറ്റ് ചെയ്തപ്പോൾ പരിക്കേറ്റിട്ടുണ്ടെങ്കിലും ഇത് ആ ശൈലിയുള്ള പരിക്കല്ല. വളരെ ആഴത്തിൽ മാംസത്തിലേക്ക് വിരലുകൾ ആഴ്ന്ന് ഇറങ്ങിയതിന്റെ പാടുകളാണ് ഉള്ളത്. പക്ഷെ അടുത്ത നിമിഷത്തിന്റെ മാർക്കിന്റെ മുറിവുകൾ കരിഞ്ഞു തുടങ്ങി. സെയിന്റ്ലി ബോഡി ടെക്നിക്കിന്റെ ഒരു പ്രത്യേകത അതാണ്. സെയിന്റ്ലി ബോഡിയാണ് യഥാർത്ഥത്തിൽ ഹാനോവന്റെ ബോഡി. മാർക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് സെയിന്റ്ലി ബോഡി ടെക്നിക്കാണ്. സന്യാസിമാരുടെ ബോഡി കടമെടുത്തിരിക്കുന്ന ഹാനോവന്റെ എതിരാളിയായ മാർക്ക് ഫെല്ലർ ആ അതേ സന്യാസിമാരുടെ ഒരു ബോഡി ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്, ബോഡി പ്രൊട്ടക്ഷന് വേണ്ടി. രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. മാർക്ക് ഫെല്ലറുടെ ശരീരത്തിലെ ആ മുറിവ് ഉണങ്ങുന്നത് ഒന്ന് നോക്കി നിന്ന ഹാനോവൻ വീണ്ടും മുന്നോട്ട് കുതിച്ചു. ഈ പ്രാവശ്യം ഹാനോവൻ മുന്നോട്ട് കുതിക്കുമ്പോൾ ഹാനോവനേക്കാൾ മുന്നേ സഞ്ചരിക്കുന്നത് അയാളുടെ വാ ആണെന്ന് പറയാം. ഹാനോവന്റെ വായിൽ നിന്ന് ഒരു തീയ പുറത്തേക്ക് വരുന്നത്, ഒരു തീ ഗോളം. ആ ഗോളം വല്ലാതെ ചലിക്കുകയാണ്. നമ്മള് ഒരു പന്ത് തറയിലൂടെ ഉരുട്ടി വിടുമ്പോൾ ആ പന്ത് മുന്നോട്ട് ഉരുണ്ടിട്ട് പോകുന്ന പോലെ മാർക്കിന് ഹാനോവിനും ഇടയിലുണ്ടായ ആ ഗോളം ഹാനോവിന്റെ അടുത്തുനിന്ന് മാർക്കിന്റെ അടുത്തേക്ക് അതിവേഗം ഉരുണ്ടു പോവുകയാണ്. ശരിക്കും ആകാശത്തൂടെ ആ ഗോളം അങ്ങനെ ഉരുണ്ടുരുണ്ട് മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഗോളം പല ഗോളങ്ങളായി മാറി. മാർക്കിനെ ആ ഗോളങ്ങൾ സമീപിക്കുമ്പോൾ അത് ഒരു ഗോളങ്ങളുടെ വലയമായി മാറിയിരിക്കുകയാണ്. മാർക്കിന്റെ ഇടതും വലതും ഭാഗത്തുകൂടി വൃത്താകൃതിയിൽ മാർക്കിനെ ആ ഗോളങ്ങൾ സമീപിച്ചു. ആ ഗോളങ്ങൾ മാർക്കിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന് തീ പടരുകയാണ്. ശരിക്കും ഒരു അഗ്നികുണ്ഡത്തിനകത്തേക്ക് മാർക്കിനെ ആ സ്പെല്ലെത്തിച്ചു. മാർക്ക് ആ തീക്കുണ്ടത്തിനകത്ത് ആയെന്ന് മനസ്സിലായതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നീ അവസാനിച്ചു, നിനക്ക് ഇനി രക്ഷയില്ല. അത് കേട്ട മാർക്ക് ഒന്നും മിണ്ടാതെ അതിശക്തമായി ഒന്ന് പഞ്ച് ചെയ്തു. പക്ഷേ ആ പഞ്ചിന് ആ തീഗോളത്തെ ഒന്ന് തൊടാൻ പോലും പറ്റിയില്ല. ആ പഞ്ച് ആ തീഗോളത്തേക്ക് വരുമ്പോൾ ആ തീഗോളം ഒന്ന് പുറകോട്ട് മാറി പിന്നെ മുന്നോട്ട് ക്രമീകരിക്കുകയാണ്. ശരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള തീഗോളങ്ങൾ ചുറ്റും നിൽക്കുകയാണ്. മാർക്ക് അതിവേഗം ചുറ്റും പഞ്ച് തുടങ്ങി. പക്ഷെ ആ പഞ്ച് ആ ഗോളത്തിനടുത്തേക്ക് വരുമ്പോൾ ആ ഗോളം ഒന്ന് പുറകോട്ട് വലിയും പിന്നെ മുന്നോട്ട് വരും. അതേ സമയത്ത് മാർക്കിന് ചുറ്റുമുള്ള ചൂട് കൂടിക്കൂടി വരികയാണ്. ഒരു തീക്കുണ്ടത്തിൽ മാർക്കിനെ എരിച്ചു കളയാനുള്ള ഒരു പരിപാടിയാണ് അവിടെ ഹാനോവൻ പ്ലാൻ ചെയ്യുന്നത്. മാർക്ക് പെട്ടു എന്ന് മനസ്സിലാക്കിയ ജിയാങ് ഗു എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പരപ്പോടെ മാർക്കിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണ്. മാർക്ക് ഒരു നിമിഷം ഫൈറ്റ് ചെയ്യുന്നത് നിർത്തി. അത് കണ്ടപ്പോൾ ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നിനക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായല്ലേ? അങ്ങനെ ഹാനോവൻ പറഞ്ഞ ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ അവന്റെ ആ ബ്രൗൺ സോഡ് വലിച്ചെടുത്തു. ആ ബ്രൗൺ സോഡ് വലിച്ചെടുത്ത് മാർക്ക് ഒരൊറ്റ കറക്ക്. അങ്ങനെ കറക്കിക്കൊണ്ട് മാർക്ക് ഒരൊറ്റ ജമ്പ്. ഇത് രണ്ടും സംഭവിക്കുന്നത് പ്രകാശ വേഗതയിലാണെന്ന് പറയാം.
മാർക്കിന്റെ വാൾ മാർക്കിന് ചുറ്റും ഒന്ന് കറങ്ങുന്ന ആ നിമിഷത്തിൽ മാർക്കിന് ചുറ്റുമുണ്ടായിരുന്ന ആ തീ ഗോളങ്ങൾ മുഴുവൻ അരിഞ്ഞ് തള്ളപ്പെടുകയാണ്. അതേ നിമിഷത്തിൽ മാർക്ക് ആകാശത്തിലേക്ക് കുതിച്ചു. ശരിക്കും അമ്പരപ്പിക്കുന്ന ആ കാഴ്ച ക്രിസ്റ്റിയും ടെന്നിയും അല്പം ദൂരെ നിന്ന് കാണുകയാണ്. അവരുടെ ശ്വാസം ഏതാണ്ട് നിലച്ചുപോയ കാഴ്ചയാണ് അവർ കണ്ടത്. ക്രിസ്റ്റി അവന് വാ അറിയാതെ പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറെ അവൻ വിമാനത്തിൽ വെച്ച് കളിയാക്കി തുടങ്ങിയതാണ്. ആ മാർക്ക് ഫെല്ലർ എന്താണ് ആരാണെന്ന് അവനിതാ അറിയുകയാണ്. നേരത്തെ തന്നെ മാർക്ക് ഫെല്ലർ ആ മലയുടെ അവിടെയുള്ള വാതിൽ ഇടിച്ചു പൊളിച്ച സമയത്ത് അവനുണ്ടായ ഞെട്ടൽ ഇപ്പോ 10 മടങ്ങ് വ്യാപിച്ചിരിക്കുകയാണ്. ആകാശത്തേക്ക് ഒരു ദേവനെ പോലെ കുതിച്ചുയർന്ന മാർക്കിനെ കണ്ടതും ഹാനോവനും അതുപോലെ മുകളിലേക്ക് കുതിച്ചു. ശരിക്കും അവരുടെ ഫൈറ്റ് ഒരു മിഡ് എയറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വായുവിലേക്ക് ചാടി ഉയർന്ന ഹാനോവന്റെ ഇടത് കൈയും വലത് കൈയും ഒരുമിച്ച് ചലിച്ചു. ശരിക്കും പ്രകാശ വലയങ്ങൾ അവന്റെ കയ്യിൽ നിന്നുണ്ടാവുകയാണ്. വലയങ്ങളുടെ ഒരു നിരന്തരമായ ശ്രേണി തന്നെ ഹാനോവന്റെ കയ്യിൽ നിന്നുണ്ടായി. ആ ശ്രേണിയെ നിഷ്പ്രയാസം അരിഞ്ഞു തള്ളിക്കൊണ്ട് മാർക്ക് ഫെല്ലർ ഹാനോവിന് നേരെ കുതിച്ചപ്പോൾ ഒരു അപകടം ഹാനോവിന് ഫീൽ ചെയ്തു. അയാളുടെ സ്പെല്ലുകൾ ഒന്നൊന്നായി മാർക്ക് തകർക്കുകയാണ്. അടുത്ത ഏതാനും മിനിറ്റുകൾ ഹാനോവൻ അവന്റെ കയ്യിലെ സകല അടവുകളും എടുത്തുപയോഗിച്ചു. ഒരുപാട് സ്പെല്ലുകളാണ് ഹാനോവൻ എടുത്തുപയോഗിക്കുന്നത്. ഹാനോവന്റെ എല്ലാ സ്പെല്ലുകളും അരിഞ്ഞു തള്ളിക്കൊണ്ട് മാർക്ക് ഹാനോവിന് അടുത്തേക്ക് എത്തി. ഹാനോവിന് അടുത്തേക്ക് മാർക്ക് എത്തുമ്പോൾ മാർക്കിന്റെ കയ്യിൽ ആ വാളില്ല. അതിനു പകരം മാർക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് മാർക്കിന്റെ കൈയാണ്. ആകാശത്ത് നിൽക്കുന്ന മാർക്കും അതുപോലെ ഹാനോവനും മുഖത്തോട് മുഖം നോക്കുമ്പോൾ മാർക്ക് ഒരു സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. ആ സ്പെല്ല് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തതും മാർക്കിന്റെ കയ്യിൽ ഒരു വല്ലാത്ത പ്രകാശം ഉണ്ടായി. മാർക്കിന്റെ ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്ന ആ ഗോൾഡൻ പ്രകാശം പൂർണ്ണമായും മാർക്കിന്റെ വലത് കൈയിലെ മുഷ്ടിയിലേക്ക് വരികയാണ്. ശരിക്കും ആ മുഷ്ടി അങ്ങനെ തിളങ്ങുമ്പോൾ മാർക്ക് ആകാശത്തേക്ക് ചാടി ഉയർന്ന ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ അതിശക്തമായ പഞ്ച് തനിക്ക് നേരെ വരുന്നത് കണ്ടതും ഒന്ന് ഒഴിയാൻ ഹാനോവൻ ശ്രമിച്ചെങ്കിലും അവന്റെ പുറത്ത് ആ ഇടി വീണു. ഇടിയുടെ ശക്തിയിൽ ആ മിഡ് എയറിൽ നിൽക്കുകയായിരുന്ന ഹാനോവൻ അതുപോലെ താഴേക്ക് പതിച്ചു. അതിന്റെ കൂടെ മാർക്കും താഴെ എത്തി. മാർക്ക് താഴെ വീണ ഹാനോവന് വീണ്ടും പഞ്ച് ചെയ്യുകയാണ്. മാർക്ക് ഹോളി ഫിസ്റ്റ് എന്ന് വിളിക്കുന്ന ആ പ്രകാശ വലയം കൊണ്ട് ഹാനോവനെ മാർക്ക് ഞാഞ്ഞ് പഞ്ച് ചെയ്തു തുടങ്ങി. ഇടിയേക്കുന്ന ഹാനോവൻ ഭൂമിയിലേക്ക് താഴ്ന്നു തുടങ്ങി. അല്പസമയം കൊണ്ട് ആ ഭാഗത്ത് ഒരു വലിയ കുഴി രൂപപ്പെട്ടു. ഹാനോവൻ ശരിക്കും ശക്തമായ ബോഡിയുള്ള ആളാണ്. മാർക്കിന്റെ ആ ഇടിയെ ഹാനോവൻ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. തൽഫലമായി ഹാനോവന്റെ പുറത്തു വിടുന്ന ഇടിയുടെ നല്ലൊരു ഫലം ചുറ്റുമുള്ള മണ്ണിൽ പതിച്ചപ്പോൾ അവിടെ ഒരു വലിയ കുഴി ഉണ്ടായതാണ്. ആ കുഴിയിലേക്ക് ഹാനോവൻ അങ്ങ് താഴ്ന്നതും ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ജിയാങ്ഗു ഓടി അവിടേക്ക് വന്നു. കുഴിക്കകത്തേക്ക് വീണിരിക്കുന്ന ഹാനോവൻ അവസാനിച്ചു ജിയാങ്കുവിന് അറിയാം. ഓടിയെത്തുന്ന ജിയാങ്കുവിന്റെ മുഖത്ത് ശരിക്കും സന്തോഷമാണെങ്കിൽ ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ഹാനോവന്റെ ആ എർത്ത് വാലിയിലെ സഹായികൾ നിന്ന് വിറയ്ക്കുകയാണ്. അവരുടെ സെക്ഷൻ ലീഡറാണ് ഹാനോവൻ. ആ ഹാനോവനെയാണ് ഇതാ ഒരു ചെറുപ്പക്കാരൻ ഇടിച്ച് ആ പരുവത്തിലാക്കിയിരിക്കുന്നത്. ഈ കാഴ്ച അവിടുന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാറി നിൽക്കുന്ന ക്രിസ്റ്റിയും ടെന്നിയും കാണുന്നുണ്ട്. അവർ രണ്ടുപേരും നിശ്ചലരായി ആ ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അവർ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിക്കുന്നത്. അവരെ ഒന്ന് നോക്കിയിട്ട് ജിയാങ്ഗു ആ കുഴിയിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ മാർക്ക് ജിയാങ്കുവിനോട് മാറിക്കോ. ജിയാങ്കുവിന് മാർക്ക് പറഞ്ഞത് കേട്ട് മാറാനുള്ള സമയം കിട്ടിയില്ല. അതിനു മുന്നേ ആ കുഴിക്കകത്തുനിന്ന് ഒരു വൻ സ്ഫോടനത്തോടു കൂടി ഹാനോവൻ മുകളിലേക്ക് പൊങ്ങി വന്നു. ആ സ്ഫോടനം ശരിക്കും നടന്നത് ആ കുഴിയുടെ മുകൾ ഭാഗത്താണ്. അതിന്റെ ഫലമായി ആ കുഴിയിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ജിയാങ്കുവിന്റെ ബോഡി കഷ്ണമായി പൊട്ടിച്ചെറി. ദൂരേക്ക് തെറിച്ചു വീണ ജിയാങ്കുവിന്റെ ശരീരത്തിൽ വളരെ കുറച്ച് പാർട്ടുകളെ ഉള്ളെന്ന് പറയാം. പക്ഷെ അപ്പോഴും ഗ്രാൻഡ് മാസ്റ്ററായ അയാൾക്ക് ജീവൻ നഷ്ടമായിട്ടില്ല. അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ ജിയാങ്കുവിനെ ഒന്ന് നോക്കി. ജിയാങ്കുവിന്റെ അവസ്ഥ കണ്ട മാർക്ക് ശരിക്കും വിതുമ്പി പോയെന്ന് പറയാം. അത് കണ്ടതും ഹാനോവൻ ഒന്ന് ചിരിച്ചു. മാർക്ക്, നിനക്ക് എന്നെ അവസാനിപ്പിക്കാനാവില്ല. ഹാനോവൻ അത് പറഞ്ഞു തീർന്ന അതേ നിമിഷത്തിൽ മാർക്കിന്റെ ഇരു പുരുകങ്ങൾക്കിടയിൽ നിന്ന് മാർക്കിന്റെ ആ ഡിവൈൻ സെൻസ് ഒന്ന് ജ്വലിച്ചു. ശരിക്കും ശിവപാർവതി കഥകളിൽ നമ്മൾ കാണുന്ന ശിവന്റെ തൃക്കണ്ണ് തുറക്കും പോലെ മാർക്കിന്റെ ആ നെറ്റിയുടെ അവിടെ നിന്ന് ഡിവൈൻ സെൻസ് ഒരു പ്രകാശം പോലെ ഹാനോവന്റെ പുറത്തു പതിച്ചു. എന്തായി
അങ്ങനെ ഹാനോവൻ ചോദിച്ചു തുടങ്ങപ്പോൾ മാർക്ക് ഹാനോവന്റെ ഡിവൈൻ സെൻസിനെ വലിച്ചെടുത്തു കഴിഞ്ഞിരുന്നു. ആക്ച്വലി മാർക്ക് ഇവിടെ ഉപയോഗിച്ചത് മാർക്കിന്റെ അച്ഛൻ മാർക്കിനെ ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ആ അറിവുകളിലുള്ള ഡിവൈൻ ജഡ്ജ്മെന്റ് എന്നുള്ള സംഭവമാണ്. ഡിവൈൻ ജഡ്ജ്മെന്റ് അതാണ് ഇവിടെ നടന്നത്. ദൈവികമായ വിധി മാർക്ക് നടപ്പിലാക്കിയതാണ്. ഹാനോവന്റെ ആ ശക്തമായ ബോഡിയിൽ നിന്ന് ഹാനോവനെ മാർക്ക് വലിച്ചു പുറത്തെടുത്തതാണ്. ഹാനോവനെ വലിച്ച് മാർക്ക് പുറത്തെടുക്കുമ്പോൾ ആ ബോഡി താഴേക്ക് വീണു. ഹാനോവൻ ആ ബോഡിയിലേക്ക് കയറിയതുപോലെ മാർക്ക് ഹാനോവനെ വലിച്ചു പുറത്തെടുത്തു. ഡിവൈൻ ജഡ്ജ്മെന്റിന്റെ പിടിയിലായ ഹാനോവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്ക് ഹാനോവന്റെ ആ ഡിവൈൻ സെൻസിലേക്ക് മാർക്കിനെ ഇടത് കൈ ഒന്ന് ചലിപ്പിച്ചു. ആ നിമിഷത്തിൽ ഹാനോവന്റെ ആ ഡിവൈൻ സെൻസ് പൂർണ്ണമായി ആ സ്പിരിച്വൽ ഫയറിനകത്തായി. ഹാനോവന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ അയാൾ ആ ഡിവൈൻ ഫയറിൽ കരിഞ്ഞ് ഇല്ലാതായി. എത്രയോ കാലങ്ങളായി ബോഡികളിൽ നിന്നും ബോഡികളിലേക്ക് മാറി മാറി ഡിവൈൻ സെൻസ് കൊണ്ടു നടന്നിരുന്ന ഹാനോവൻ ആ നിമിഷം ഒരു ഓർമ്മയായി മാറി. ഈ സമയത്ത് ഒരു ശബ്ദത്തോടു കൂടി ഹാനോവൻ അതുവരെ ഉപയോഗിച്ചിരുന്ന ബോഡി താഴേക്ക് വീണിരുന്നു. ആ ബോഡിയിലേക്ക് നോക്കിയിട്ട് മാർക്ക് ഓടി ജിയാങ്കുവിന്റെ അടുത്തെത്തി. മാർക്ക് ജിയാങ്കുവിനെ കോരിയെടുത്തു. ജിയാങ്കുവിന്റെ ബോഡി തികച്ചും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അയാൾ മരിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആ സമയത്തുള്ള ഏക പ്രത്യേകത. മാർക്ക് ജിയാങ്കുവിന്റെ നെഞ്ചിലേക്ക് മാർക്കിനെ കൈയൊന്ന് പിടിപ്പിച്ചു. ജിയാങ്കുവിന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന അവസാന ഊർജവും നഷ്ടമാകുന്നതിന് മുന്നേ ജിയാങ്കുവിനെ എങ്ങനെയും പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമത്തിലാണ് മാർക്കിന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജി ജിയാങ്കുവിന്റെ ശരീരത്തിലേക്ക് കൊടുക്കുമ്പോൾ ജിയാങ്കുവിന്റെ ശരീരത്തിനകത്ത് പതുക്കെ ഒരു ചൂട് വന്നു തുടങ്ങി. മരണത്തിന് തൊട്ടു മുന്നിൽ എത്തി നിൽക്കുകയാണ് ജിയാങ്കു. മാർക്കിന് അതിപ്പോ വ്യക്തമായി അറിയാം ജിയാങ്കുവിന് അധികം സമയമില്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മാർക്ക് തൊട്ടു പുറകെ നിൽക്കുന്ന ആ ഡാർക്ക് എർത്ത് വാലിയിലെ ആളുകളെ ഒന്ന് നോക്കി. ജിയാങ്കുവിന്റെ ബോഡി അവിടെ കിടത്തിന് ശേഷം മാർക്ക് ഒന്ന് എണീറ്റു. മാർക്കിന്റെ മുഖഭാവം വളരെ വളരെ വ്യക്തമാണ്. ആ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും കൊല്ലപ്പെടാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യം മാർക്കിന്റെ മുഖത്തുനിന്ന് വായിച്ചെടുത്ത അതിൽ ഒരാൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എനിക്ക് നിങ്ങളെ കൂട്ടുകാരനെ രക്ഷിക്കാൻ പറ്റും. ആ കൂട്ടത്തിൽ ലേശ പ്രായമുള്ള ആളാണ് അങ്ങനെ പറഞ്ഞത്. അത് കേട്ട് മാർക്ക് അയാളോട് ചോദിച്ചു, എങ്ങനെ രക്ഷിക്കാൻ പറ്റും? മാർക്ക്, ഉറപ്പായും എനിക്ക് രക്ഷിക്കാൻ പറ്റും. രക്ഷിച്ച് ഞങ്ങൾ വെറുതെ വിടുമോ? തീർച്ചയായും വെറുതെ വിടാം. മാർക്ക് അങ്ങനെ പറഞ്ഞതും അയാൾ മാർക്കിനോട് പറഞ്ഞു, നേരത്തെ ഹാനോവൻ ഉപയോഗിച്ച അതേ കളം ഇവിടെ പുനഃസൃഷ്ടിച്ചാൽ അത് ചെയ്യാൻ പറ്റും. അതിന് കളം നശിച്ചു പോയില്ലേ മാർക്ക്? ഞങ്ങൾ 8 കളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ 1 പോയിട്ടുള്ളൂ, ബാക്കി കളങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, ഓക്കെ, എങ്കിൽ വേഗം സൃഷ്ടിക്ക്. കേൾക്കേണ്ട താമസം അയാൾ കൈയൊന്നുയർത്തി. ആ നിമിഷത്തിൽ ഒരു കളം അയാൾക്ക് മുന്നിൽ വരികയാണ്. ആ കളത്തെ അയാൾ ആ ഹാനോവന്റെ വീണ് കിടക്കുന്ന ബോഡിക്ക് ചുറ്റുമായി സൃഷ്ടിച്ചെടുത്തു. അതിനുശേഷം മരിച്ചുകൊണ്ടിരിക്കുന്ന ജിയാങ്കുവിനെ എടുത്ത് ആ ബോഡിയുടെ അടുത്തുകൊണ്ട് കിടത്തി. 8 ദിക്കുകളുള്ള ഒരു കളം അതിവേഗം അവിടെ പൂർത്തീകരിച്ചു. ആ 8 ദിക്കുകൾ പൂർത്തീകരിച്ചതും ആ കളത്തിലേക്ക് ആളുകൾ ഓരോരുത്തരായി കയറി നിന്നു. മാർക്ക് ഉൾപ്പെടെ കയറി നിന്നപ്പോൾ 7 പേരേ ഉള്ളൂ. ഇനി ഒരാൾ കൂടി വേണം. മാർക്ക് 8 പേര് വേണം. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പലരും മാർക്കും ഹാനോവൻ തമ്മിലുള്ള സംഘടനയിടയിൽ കൊല്ലപ്പെട്ടിരുന്നു. ബാലൻസ് ഉള്ളത് 6 പേരായിരുന്നു. മാർക്കിനോട് ചേർത്തപ്പോൾ 7ആയി. 8ാമത്തെ ആളുകൂടി ഉണ്ടെങ്കിൽ ആ കളം ആക്ടിവേറ്റ് ആവും. അതിനിപ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് മാർക്ക് നോക്കുമ്പോഴാണ് അല്പം മാറി നിൽക്കുന്ന ക്രിസ്റ്റിയെ കാണുന്നത്. ക്രിസ്റ്റിയെ കണ്ടത് മാർക്ക് അവനോട്, ഡേയ് ഇവിടെ വാ. ഞാനോ? അതെ, നീ തന്നെ, ഇവിടെ വാ. മാർക്ക് അങ്ങനെ വിളിച്ചതും ക്രിസ്റ്റി ഒന്നും മിണ്ടാതെ ഓടി മാർക്കിനടുത്തേക്ക് വന്നു. മാർക്ക് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് അവൻ കയറി നിന്നു. മാർക്ക്, എനിക്കിതൊന്നും അറിയത്തില്ല, മിണ്ടരുത്, അവിടെ നിന്നാ മതി. മാർക്ക് എങ്ങനെ പറഞ്ഞതും ആ പ്രായമുള്ള മനുഷ്യൻ ചില സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്തു തുടങ്ങി. നേരത്തെ ഹാനോവൻ ആ വലിപ്പമുള്ള ശരീരത്തിലേക്ക് കയറിയ അതേ സമ്പ്രദായം അവിടെ വീണ്ടും ആവർത്തിക്കപ്പെട്ടു. മാർക്കിന്റെയും അവിടെ നിൽക്കുന്ന ബാക്കിയുള്ളവരുടെയും ശരീരത്തിൽ നിന്ന് ഇന്റേണൽ എനർജി പതുക്കെ ഒഴുകി തുടങ്ങി. ആ ഇന്റേണൽ എനർജി ഹാനോവന്റെ ആ ബോഡിയിലേക്ക് പതുക്കെ കയറുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ ജിയാങ്കുവിന്റെ ബോഡി നോക്കി എന്തൊക്കെയോ പറയുകയാണ്. അടുത്ത നിമിഷത്തിൽ ജിയാങ്കുവിന്റെ ആ ശരീരത്തിലെ പുരികങ്ങൾക്കിടയിൽ നിന്ന് ഒരു പ്രകാശം പതുക്കെ പതുക്കെ പുറത്തേക്ക് വന്നു. ഒരു ചെറിയ അരിമണിയുടെ അത്രയും വലിപ്പത്തിലുള്ള ആ പ്രകാശം ജിയാങ്കുവിന്റെ ആ ബോഡിയെ ഒന്ന് നോക്കി. അതിനുശേഷം പതുക്കെ അത് സഞ്ചരിച്ചു തുടങ്ങി. അതിൻ്റെ സഞ്ചാരപഥം ആ പ്രായമുള്ള മനുഷ്യനാണ് തീരുമാനിക്കുന്നത്. ആ പ്രായമുള്ള മനുഷ്യൻ ഗൈഡ് ചെയ്യുന്നതനുസരിച്ച് ആ
ചെറു പ്രകാശം സഞ്ചരിച്ച് നേരെ തറയിൽ വീണ് കിടക്കുന്ന ആ ബോഡിയുടെ അടുത്തേക്ക് വന്നു. കൃത്യം ആ പ്രകാശം ആ ബോഡിയുടെ 2 പുരികങ്ങൾക്കും ഇടയിലേക്ക് വന്നു. ഒരു നിമിഷം കൊണ്ട് ആ പ്രകാശം ആ ബോഡിക്കുള്ളിലേക്ക് കടന്നു. ബോഡിക്കുള്ളിലേക്ക് ആ പ്രകാശം കടന്ന നിമിഷത്തിൽ ആ ബോഡി ഒന്ന് അനങ്ങി. ഇതേ നിമിഷത്തിൽ നിശബ്ദരായി ആ കളത്തിൽ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന ആ 8 പേരുടെയും ബോഡിയിൽ നിന്ന് ഇന്റേണൽ എനർജി അനുസ്യൂതം ആ ബോഡിയിലേക്ക് ഒഴുകുകയാണ്. ഇന്റേണൽ എനർജി ആ ബോഡിയിലേക്ക് ഒഴുകി വരുന്ന അതേ നിമിഷത്തിൽ ആ ബോഡി ഒന്ന് അനങ്ങി. ബോഡി ഒന്ന് അനങ്ങുമ്പോൾ സകലരുടെ ശ്രദ്ധ ആ ബോഡിയിലേക്കാണ്. അവർ നിശബ്ദരായി അങ്ങനെ നിൽക്കുമ്പോൾ ആ പ്രായമുള്ള മനുഷ്യൻ മന്ത്രങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ മന്ത്രങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ ആ ഇന്റേണൽ എനർജി ആ ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ ബോഡി അനങ്ങുന്നതിന്റെ അളവ് കൂടിക്കൂടി വരികയാണ്. ആ ബോഡി പതുക്കെ വിരലുകൾ ചലിപ്പിച്ചു തുടങ്ങി, കാൽവിരലുകൾ ചലിച്ചു തുടങ്ങി. ശരിക്കും അൺബിലീവബിൾ എന്ന് പറയാൻ കഴിയുന്ന ശൈലിയിൽ അടുത്ത നിമിഷത്തിൽ ആ ബോഡി ഒന്ന് കണ്ണു തുറന്ന ആ ബോഡി പെട്ടെന്ന് എണീറ്റ ആ ബോഡി മാർക്കിനോട് ചോദിക്കുകയാണ്, മാർക്ക്, ഞാൻ മരിച്ചില്ലേ? ജിയാങ്കു ശരിക്കും മരണത്തെ മുന്നിൽ കണ്ടതാണ്. അയാൾ മരിച്ചില്ല എന്ന കാര്യം അയാൾക്ക് ഇപ്പോൾ വല്ലാത്ത അതിശയമായിരിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ ജിയാങ്കു അടുത്ത് കിടക്കുന്ന ബോഡി കണ്ടു. അയാളുടെ സ്വന്തം ബോഡി അടുത്ത് കിടക്കുകയാണ്. ആ ബോഡിയിലേക്ക് നോക്കിയ ജിയാങ്കു തിരിഞ്ഞ് അയാളുടെ ബോഡിയിലേക്ക് നോക്കി. അമ്പരപ്പോടെ അയാൾ മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, എന്താ ഇത്? എന്താ സംഭവം? ഈ സമയം കൊണ്ട് ആ കളത്തിലെ ആക്ടിവിറ്റി പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. ആ ആക്ടിവിറ്റി പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്കു, നിങ്ങളുടെ ബോഡി നശിപ്പിക്കപ്പെട്ടു. നിങ്ങളെ ആ ബോഡിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ശരിക്കും ശക്തിയുള്ള സെയിന്റ്ലി ബോഡിയാണ് ഇപ്പോൾ ജിയാങ്കുവിന് കിട്ടിയിരിക്കുന്നത്. ആ ബോഡിയുടെ ശക്തി അയാൾ നേരത്തെ കണ്ടതാണ്. ആ കാഴ്ച മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജിയാങ്കു അത് കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. അയാൾ മാർക്കിനെ നോക്കി പറഞ്ഞു, മാർക്ക്, താങ്ക് യു. അയാൾക്ക് ശരിക്കും വല്ലാത്തൊരു ശക്തി വന്നിരിക്കുകയാണ്. ജിയാങ്കു അങ്ങനെ എണീറ്റതും ആ പ്രായമുള്ള മനുഷ്യൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഞങ്ങൾ പോകട്ടെ എന്ന്. എവിടേക്ക്? അല്ല, മാർക്ക് പറഞ്ഞതാ ഞങ്ങൾ വെറുതെ വിടാന്നു. ഓ, അത് ഞാൻ കള്ളം പറഞ്ഞതാ. മാർക്ക് ഫെല്ലർ പറഞ്ഞ വാചകം കേട്ട ആ പ്രായമുള്ള മനുഷ്യനും അയാൾക്കൊപ്പമുള്ള ബാക്കി 5 പേരും ശരിക്കും നടുങ്ങി. ആ നടുക്കം അവരുടെ മുഖത്ത് വിസിബിളാണ്. മാർക്ക് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡാർക്ക് എർത്ത് വാലിക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റുന്നതല്ല. നിങ്ങളെ അവസാനിപ്പിക്കാതെ ഇവിടുന്ന് കടന്നുപോയാൽ അത് ഞാൻ ഈ സമൂഹത്തോട് ചെയ്യുന്ന തെറ്റാകും, ദൈവത്തോട് ചെയ്യുന്ന തെറ്റാകും. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ഫെല്ലർ അയാളുടെ കൈ ഒന്ന് അനക്കിയതേ ഉള്ളൂ. ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈയിൽ നിന്ന് സ്പിരിച്വൽ എനർജി ഒരു ഫ്ലെയിമായിട്ട് ആ ബോഡികളിലേക്ക് വീണു. ആ നിമിഷത്തിൽ നമ്മൾ അത്ഭുതകരമായ കാഴ്ച കാണുകയാണ്. ആ 6 ബോഡിയും നിന്നു നിൽപ്പിൽ നീലപ്രകാശത്തിൽ പ്രകാശിക്കുന്നതും അടുത്ത നിമിഷം കത്തുന്നതുമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പച്ചയ്ക്ക് മാർക്ക് ഫെല്ലർ ആ 6 പേരെയും അവിടെ കത്തിച്ചു. ആ ബോഡികൾ കത്തിത്തീരുന്നവരെ മാർക്ക് ആ കൈ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ബോഡി കത്തിത്തീർന്നതും മാർക്കും ജിയാങ് കൂടി അകത്തേക്ക് ചെന്ന് ഷിയാവൂവിനെ അവിടെ നിന്ന് എടുത്തു. ഈ നിമിഷത്തിൽ ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ടെന്നിയും അകത്തേക്ക് വന്നു. ടെന്നിയും ക്രിസ്റ്റിയും ജിയാങ് ഊവും മാർക്ക് ഫെല്ലറും ഷിയാവൂവിന്റെ അടുത്തെത്തി ഷിയാവൂവിനെ എടുക്കുകയാണ്. ഷിയാവൂവിനെ എടുത്ത് ഷോൾഡറിലേക്ക് കിടത്തിയ മാർക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം മാർക്ക് ആലോചിച്ചത്. ഇവിടെ നിലവറകൾ കാണില്ലേ, നമുക്ക് അവിടെ ഒന്ന് നോക്കാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലറും ജിയാങ് ഗൂവും ക്രിസ്റ്റിയും ടെന്നിയും കൂടി ആ നിലവറകൾ ഉള്ള ഭാഗത്തേക്ക് നടന്നു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. 2 കൂറ്റൻ നിലവറകളാണ് അവർക്ക് മുന്നിലുള്ളത്. അതിൽ ഇടതു ഭാഗത്തുള്ള നിലവറയിൽ നിറയെ പെൺകുട്ടികളാണ്. മാർക്ക് കൈയൊന്ന് അനക്കിയതും ആ നിലവറയെ ബന്ധിപ്പിച്ചിരുന്ന ആ വാതിൽ തകർന്ന് തരിപ്പണമായി. ആ നിലവറയുടെ ആ വാതിലിലുള്ള കമ്പികൾ 2ആയി മുറിഞ്ഞു മാറുകയായിരുന്നു. മാർക്ക് അകത്തുള്ള പെൺകുട്ടികളോട് പറഞ്ഞു, പുറത്തു വാ. പക്ഷേ ആ പെൺകുട്ടികൾ ഒരാൾ പോലും അനങ്ങുന്നില്ല. ആ പെൺകുട്ടികളും യുവതികളും ഒക്കെ നിന്ന് വിറയ്ക്കുകയാണ്. ഒരു വല്ലാത്ത ഭയം അവർക്ക് എല്ലാവർക്കുമുണ്ട്. അത് കണ്ടപ്പോൾ മാർക്കിനൊപ്പമുള്ള ടെന്നി ആ ജയിലിന് നേരെ നടന്നു. ജയിലിന് നേരെ ടെന്നി നടക്കുമ്പോൾ അകത്തുള്ള ഒരു സ്ത്രീ ടെന്നിയെ കണ്ട് ഓടി ടെന്നിയുടെ അടുത്തേക്ക് വന്നു. ഏയ് ടെന്നി! അങ്ങനെ വിളിച്ചുകൊണ്ട് ആ സ്ത്രീ ഓടി വന്നത്. അവളെ കണ്ട ടെന്നി അന്തം വിട്ടുപോയി. ഏയ് ടെസ്സി, നീ എങ്ങനെ ഇവിടെ എത്തി? ടെന്നി, ഞാൻ ഇവിടെ ആ ഡിവൈൻ പിൽസ് വാങ്ങാനായി
മലയുടെ മുകളിൽ വന്നതാണ്. അവിടെയുള്ള ആളുകൾ എന്നെ ഇവിടെ തടവിലാക്കി. ടെസ്സിയുടെ ആ വാചകം കേട്ട് ടെന്നി ശരിക്കും ഒന്ന് വിറച്ചു. അവൾ യഥാർത്ഥത്തിൽ ആ ഡിവൈൻ പിൽസ് വാങ്ങാനാണ് അവിടെ വന്നത്. മാർക്ക് എത്തിയില്ലായിരുന്നെങ്കിൽ ഇതുപോലെ അവളും തടവിലാക്കപ്പെട്ടനെ. ആ യാഥാർത്ഥ്യം പെട്ടെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി. ശരിക്കും അവർ രണ്ടുപേരും അറിയാതെ മുഖത്തോട് മുഖം നോക്കി പോവുകയാണ്. ആ നിമിഷത്തിലാണ് നോറ മാർക്കിനെ കണ്ടത്. നോറ ഓടി മാർക്കിനെ അടുത്തേക്ക് വന്നു. മാർക്ക് 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 വന്നല്ലേ, മാർക്ക് മാർക്ക്. ഒരു വല്ലാത്ത വെപ്രാളം. മാർക്ക് ഫെല്ലർ പെട്ടെന്ന് ആ പെൺകുട്ടികളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളെല്ലാവരും ഇപ്പോ സ്വതന്ത്രരാണ്. അല്ല, ഇവിടെ വേറെ ആള്, അവരെയൊക്കെ ഞാനങ്ങ് കൊന്നു. മാർക്ക് ഫെല്ലർ അങ്ങനെ പറഞ്ഞപ്പോ ഒരു വല്ലാത്ത ആശ്വാസം ആ പെൺകുട്ടികൾക്കുണ്ടായി. അതേ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ മറുഭാഗത്തേക്ക് നോക്കി. അവിടെയും ഒരു വാതിലുണ്ട്. മാർക്കിന്റെ വലത് കൈ ഒന്ന് ചലിച്ചതും ആ വാതിലിനെ ബന്ധിപ്പിച്ചെന്ന് ചങ്ങലകളെല്ലാം മുറിക്കപ്പെട്ടു. ആ കമ്പികളൊക്കെയും അടർന്ന് താഴെ വീണു. മാർക്ക് ഫെല്ലർ അകത്തേക്ക് നോക്കുമ്പോൾ ശരിക്കും ദയനീയമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. അകത്തുള്ളത് മാർഷൽ ആർട്ടിസ്റ്റുകളാണ്. ഇന്ത്യയുടെ സ്ട്രെങ്ത് മാസ്റ്റേഴ്സും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് വരെ അതിനകത്തുണ്ട്. അവരെല്ലാം അവിടെ തടവിലിട്ടിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവരെല്ലാം പുറത്തിറക്കി. എല്ലാവരും ഏതാണ്ട് ചുക്കി ചുളിഞ്ഞ് മരണത്തെ മുഖാമുഖം കാണുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുരന്തമാണ് അവർക്ക് അനുഭവപ്പെട്ടിരുന്നത്. ഈ സമയത്ത് ക്രിസ്റ്റി അവിടെ ഒരു അലമാരയുടെ ഭാഗത്തിരുന്ന 3-4 ബാഗുകളുമായി അങ്ങോട്ട് വന്നു. പാമ്പിന്റെ തോല് കൊണ്ട് ഉണ്ടാക്കിയ ബാഗുകളാണ്. മാർക്ക് ഇത് കണ്ട? ക്രിസ്റ്റി കൊണ്ടുവന്ന ബാഗിലേക്ക് നോക്കി മാർക്കും ജിയാങ്കുവും വല്ലാതെ അമ്പരന്ന് പോവുകയാണ്. അതിനകത്ത് നിറയെ ഗുളികകളാണ്. ഡിവൈൻ പിൽസ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ആ ഡാർക്ക് എർത്ത് വാലിക്കാർക്കുണ്ട്. ആ ഗുളിക ഉണ്ടാക്കി വിറ്റാണ് അവർ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരുന്നത്. ഗുളിക വാങ്ങാനെത്തുന്ന ആളുകളിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ള ആളുകളെ അവർ പതുക്കെ മറ്റാരുടെ ശ്രദ്ധയപ്പെടാതെ തടവിലാക്കും. അങ്ങനെയാണ് ആ ജയിലിൽ ഇത്രയും ആളുകളായത്. ആ സ്ഥലത്ത് എത്താത്ത ഷിയാവൂനെ പോലുള്ള ആളുകളെയും അവർ തടവിലാക്കാറുണ്ട്. എന്തായാലും തടവിലാക്കപ്പെട്ടതിൽ 90% ആളുകളും അവിടെ ഗുളിക വാങ്ങാൻ വന്നവരാണ്. ഗുളിക വാങ്ങിച്ച് അവിടെ നിന്ന് പോയി കഴിയുന്ന ആളുകളെ അപ്രതീക്ഷിതമായി ഇരുട്ടിന്റെ ചുവട് പറ്റിക്കൊണ്ട് ഡാർക്ക് എർത്ത് വാലിയുടെ ആളുകൾ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും അവിടെ എത്തിക്കുകയുമായിരുന്നു. അതായിരുന്നു അവരുടെ രീതി. ആ മാർഷൽ ആർട്ടിസ്റ്റുകളും അതിനകത്ത് അകപ്പെട്ട സ്ത്രീകളും ഒക്കെ അവർ അവിടെ എത്തിയ കഥ പറഞ്ഞപ്പോൾ മാർക്കിന് ഏകദേശം കഥ മനസ്സിലായി. മാർക്ക് ഫെല്ലറും ജിയാങ്കുവും ഷിയും ക്രിസ്റ്റിയും ടെന്നിയും കൂടി എയർപോർട്ടിലേക്ക് ഒരു ടാക്സിയില യാത്ര ചെയ്യുന്നത്. ആ ടാക്സി എയർപോർട്ടിലെത്തിയപ്പോൾ ഷിയവു ഉണർന്നു. ടാക്സി നിന്ന് പുറത്തിറങ്ങിയ ഷിയ ഉണർന്നതും അവൾ ആദ്യം കണ്ടത് സാക്ഷാൽ നോറയാണ്. നോറയെ കണ്ട ഷിയയുടെ മുഖം ഒന്ന് വിളറി. ശരിക്കും ആ വിളർച്ച ഒരു ദേഷ്യമായി മാറുകയാണ്. ഷിയ ഉണർന്നത് കണ്ടതും നോറ സന്തോഷത്തോടെ ഷിയയോട് പറഞ്ഞു, ഷിയ, നീ ഉണർന്നല്ലേ? നോറയുടെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഷിയ അവളെ ഒന്ന് തുറിച്ചു നോക്കി. ഷിയയ്ക്ക് വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് അവളുടെ മനസ്സിൽ അവസാനം പതിഞ്ഞത്. അവളെ ഒറ്റുകൊടുത്ത അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുഖം അവളുടെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. ഷിയാവു ചിൽച്ചൗണിലെ റിച്ചാർഡ് വൂവിന്റെ മകളാണ്. ചീഫ് വൂ എല്ലാവരും അറിയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഷിയയ്ക്ക് എല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യത്തോടെ കടന്നു ചെല്ലാൻ പറ്റും. ആ ഷിയയുടെ സ്വാധീനവും ബന്ധങ്ങളും ഒക്കെ ഷിയ ഈ നോറയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നോറയുടെ കുടുംബത്തെ ആരും അറിയില്ല. നോറയ്ക്ക് എലൈറ്റ് ക്ലാസ്സുകളിലേക്ക് കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കി കൊടുത്തത്, പാർട്ടികളിൽ ക്ഷണം കിട്ടിയത് എല്ലാം ഷിയയുടെ സഹായത്തിലാണ്. ഷിയ അവിടെ കൂടെ പുറപ്പായിട്ട് കരുതിയ വ്യക്തിയാണ് നോറ. ആ നോറയാണ് തികച്ചും അപ്രതീക്ഷിതമായി ഷീ തള്ളി പറഞ്ഞത്. ഷിയ നോറോട് പറഞ്ഞു, നീ ശരിക്കും എന്നെ സങ്കടപ്പെടുത്തുകയാണ്. നിന്നെപ്പോലൊരാളെ എൻ്റെ സുഹൃത്തായി കാണാൻ എനിക്കിനി പറ്റില്ല. നോറയ്ക്ക് ഒരു മറുപടി പോലും പറയാൻ കഴിയാത്ത ശൈലിയിലാണ് ഷിയുടെ മറുപടി. നോറ എന്നിട്ടും ഷിയോട് പറഞ്ഞു, ഷിയ പ്ലീസ്, എൻ്റെ സാഹചര്യം അതായിപ്പോയി, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. നോറ അത് പറഞ്ഞപ്പോൾ ഷിയ അസംതൃപ്തിയോടെ മുഖം തിരിച്ചു. കാരണം ഷിയ ആ സാഹചര്യത്തിലും അവരുടെ കൂട്ടുകാരിയെ തള്ളി പറയില്ല. അക്കാര്യം ഷിയക്ക് 100% ഉറപ്പാണ്. ഷിയ മാർക്ക് ഫെല്ലറുമായിട്ട് പ്ലെയിനിലേക്ക് കയറാൻ പോയതും ടെന്നി മാർക്കിനോട് ചോദിച്ചു, മാർക്കിന്റെ ടെലിഫോൺ നമ്പറും തരാവോ? എന്തിനാ? അല്ല, ഇടയ്ക്കൊന്ന് വിളിക്കാൻ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ മാർക്ക് പറഞ്ഞപ്പോൾ മടിച്ചു നിന്ന ഷിയ ജിയാങ്കുവിനോട് ചോദിച്ചു, പ്ലീസ് നിങ്ങളുടെ നമ്പറും തരാവൂ. ടെന്നിയുടെ ചോദ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ മടിച്ച ജിയാങ്കു അവസരം ജിയാങ്കുവിന്റെ നമ്പർ കൊടുത്തു. നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ജിയാങ്ങും ഷിയും നോറയും മാർക്കും കൂടി ഫ്ലൈറ്റിലേക്ക് കയറി. ടെന്നിയും അവളുടെ സുഹൃത്ത് ക്രിസ്റ്റിയും ഇനി സ്ഥലങ്ങളൊക്കെ കാണാനുള്ളത് കൊണ്ട് അവിടെ തങ്ങിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ അവർ യാത്ര ചെയ്യുമ്പോൾ
ജിയാങ്കു മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ പെങ്കൊച്ചിനെ മാർക്കിനെങ്ങ് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. ഹേയ് ജിയാങ്, ഒറ്റ നോട്ടത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഇഷ്ടം വരുമോ? മാർക്ക്, എമിലി മാർക്കിനെ ഇഷ്ടപ്പെട്ടത് ഒറ്റ നോട്ടത്തിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ജിയാങ്കു ആ വാചകം പറഞ്ഞപ്പോൾ മാർക്ക് ഫെല്ലർ അറിയാതെ പുഞ്ചിരിച്ചു പോവുകയാണ്. സത്യമായിട്ടും മാർക്ക് ഫെല്ലറെ ആദ്യം കണ്ട നിമിഷത്തിൽ തന്നെ എമിലി ബ്ലാക്കിന് മാർക്കിനോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നുവെന്ന് എമിലി പിന്നീട് മാർക്കിനോട് പറഞ്ഞു. എമിലി മാർക്കിനെ കാണുന്നത് മാർക്കിനെ സൺ കുടുംബത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കി ആ റോഡിൽ ഇട്ടിരിക്കുന്ന സമയത്താണ്. മാർക്കിനെ ആ വാഹനത്തിലേക്ക് എടുത്തു കയറ്റുന്ന നിമിഷത്തിൽ തന്നെ ഒരു ഇഷ്ടം മാർക്കിനോട് ആ നിസ്സഹായ അവസ്ഥയിൽ പോലും എമിലിക്ക് തോന്നിയിരുന്നു. ആ ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അറിയാതെ ഒരു പുഞ്ചിരി മാർക്കിന്റെ മുഖത്ത് വരികയാണ്. ആ പുഞ്ചിരി ശ്രദ്ധിച്ച് ജിയാങ്കു മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഞാൻ എന്ത് ചെയ്യും ഇനി? അതൊരു ചോദ്യമാണ്. ഇപ്പൊ ജിയാങ്കുവിന്റെ ബോഡി അല്ല ജിയാങ്കുവിനുള്ളത്. ജിയാങ്കു വേറൊരു ബോഡിയിലാണ്. ജിയാങ്കുവിന്റെ വീട്ടിൽ ജിയാങ്കുവിന്റെ മകനോടും വീട്ടുകാരോടും ബിസിനസ് ബന്ധങ്ങളുള്ള ആളുകളോടും അധികാരികളോടും ഒക്കെ ജിയാങ്കു എങ്ങനെ ജിയാങ്കുവിനെ പരിചയപ്പെടുത്തും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ജിയാങ്കുവിനെ ആരും തിരിച്ചറിയില്ലല്ലോ. ശബ്ദം മാത്രം ജിയാങ്കുവിന്റെ അതേ ശബ്ദമാണ്, ബാക്കി എല്ലാം മാറിയിരിക്കുകയാണ്. ജിയാങ്കുവിന്റെ ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയണമെന്നറിയാതെ മാർക്ക് ഒരു നിമിഷം നിശബ്ദരായി നിന്നു. അതിനുശേഷം മാർക്ക് ജിയാങ്കുവിനോട് പറഞ്ഞു, ജിയാങ്, അതിന് ജിയാങ് തന്നെ ഒരു മറുപടി കണ്ടുപിടിച്ചേ പറ്റൂ. അവരുടെ ഫ്ലൈറ്റ് ചിൽഷറിൽ ലാൻഡ് ചെയ്യുമ്പോൾ എയർപോർട്ടിൽ അവരെ കാത്തു നിൽക്കുകയാണ് റിച്ചാർഡ് വു. ജിയാങ്ങും മാർക്ക് ഫെല്ലറും ഷീയും നോറയും അറബിൽ ലോഞ്ചിൽ എത്തുമ്പോൾ റിച്ചാർഡ് വു ഓടി വരികയാണ്. ശരിക്കും അയാളുടെ മുഖത്ത് സങ്കടമാണോ ദേഷ്യമാണോ ഉള്ളതെന്ന് പറയാൻ വയ്യ. തന്റെ മകൾ താൻ പറഞ്ഞത് കേൾക്കാതെ ആ കാറും എടുത്തുകൊണ്ട് ആ റേസ് കോഴ്സിലേക്ക് പോയതാണ് പ്രശ്നങ്ങളിലേക്ക് തുടക്കമെന്ന് റിച്ചാർഡിന് അറിയാം. പക്ഷേ അയാൾക്ക് ആകെ ഉള്ളത് മകളാണ്. അതുകൊണ്ട് തന്നെ അവൾ വഴക്കു പറയാനും വയ്യ. റിച്ചാർഡ് ഓടി വരുമ്പോൾ അയാളുടെ അടുത്തേക്ക് ഓടി വന്ന ഷിയ റിച്ചാർഡിനെ കെട്ടിപ്പിടിച്ചു. ശരിക്കും അവള് കരയുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് ഷിയ അവളുടെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇനി ഒരിക്കലും ഞാൻ അച്ഛനെ കരയിപ്പിക്കില്ല. അച്ഛനോട് പറയാതെ ഞാൻ ഒരിടത്തും പോകത്തില്ല. അച്ഛാ, ഇതെന്റെ വാക്കാണ്. ഷിയാവു അങ്ങനെ പറയുമ്പോൾ അടുത്ത് നിൽക്കുകയാണ് ജിയാങ്കുവും മാർക്ക് ഫെല്ലറും. മാർക്ക് ഫെല്ലർ റിച്ചാർഡിനോട് പറഞ്ഞു, ചീഫ് വു, സത്യത്തിൽ ഇത് ഷിയയുടെ കുഴപ്പമല്ല. അവളെ തട്ടിക്കൊണ്ടുപോയവർ മറ്റെന്തോ ലക്ഷ്യം അവൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ് തട്ടിക്കൊണ്ടുപോയത്. മാർക്ക് ഫെല്ലർ ആ വാചകം പറഞ്ഞതും നോറ ഉറക്കെ പറഞ്ഞു, ഞാൻ കേട്ടായിരുന്നു അവർ പറയുന്നത് ഷിയയുടെ ബോഡി പ്യൂർ ബ്ലാക്ക് ബോഡിയാണെന്നാണ് അവർ പറഞ്ഞത്. ഷിയാവുവിനെയും നോറയും കാണാനായി ആ നിലവറയ്ക്കുള്ളിലേക്ക് വന്ന ആ രണ്ടുപേരിൽ ഒരാൾ അങ്ങനെ പറയുന്നത് നോറ കേട്ടിരുന്നു. നോറ പറഞ്ഞ വാചകം കേട്ട് മാർക്ക് ഫെല്ലർ അറിയാതെ ചോദിച്ചു പോവുകയാണ്, പ്യൂർ ബ്ലാക്ക് ബോഡിയോ? ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ജിയാങ്കു ആണ്. മാർക്ക്, പ്യൂർ ബ്ലാക്ക് ബോഡി അപൂർവങ്ങളിൽ അപൂർവമാണ്. ഡാർക്ക് എനർജി മാത്രമുള്ള ബോഡിയാണ് പ്യൂർ ബ്ലാക്ക് ബോഡി. സ്പിരിച്വൽ എനർജി മാത്രമുള്ള ബോഡിയില്ലേ, അതുപോലെ രണ്ടും ഓപ്പോസിറ്റ് ആണ്. മാർക്കിന്റെ ബോഡി പ്യൂർ സ്പിരിച്വൽ എനർജി ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ എനർജി ബോഡിയും ഒരു പ്യൂർ ബ്ലാക്ക് ബോഡിയും ചേർന്നാൽ പിന്നീട് ഉണ്ടാകുന്നത് അൺബിലീവബിൾ ആയിട്ടുള്ള വിജയമാകും. ജിയാങ്കു പറഞ്ഞ ആ വാചകം കേട്ടതും മാർക്കിന്റെ മുഖം ഒന്ന് വിവരണമായി. ശരിക്കും അയാളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുകയായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് സാക്ഷാൽ ഷിയ ഊവിനും. 18 വയസ്സ് കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടിയാണ്. അവൾക്ക് ജിയാങ്കു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അവളും മാർക്കും വിവാഹിതരായാൽ ആ നിമിഷത്തിൽ അവരുടെ ശക്തി 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ജിയാങ്കു പറഞ്ഞത്. ആ ചിന്ത പോലും ഷിയെ വളർത്തൊരു നാണം ഉണ്ടാക്കുകയാണ്. അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ രക്തം ഇരച്ചു കയറുകയായിരുന്നു. അത് കണ്ടതും മാർക്ക് പറഞ്ഞു, ഏയ് അത് വിട്. മാർക്ക് ഫെല്ലറോട് ജിയാങ്കു അങ്ങനെ സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി റിച്ചാർഡ് വു ജിയാങ്കുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. റിച്ചാർഡ് ശബ്ദം താഴ്ത്തി മാർക്കിനോട് ചോദിച്ചു, മാർക്ക്, ഇതാരാ? ചീഫ്, ഇത് നമ്മുടെ ജിയാങ്കു ആണ്. ജിയാങ്കുവോ? അതെ ചീഫ്, ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ജിയാങ്ങിന്റെ ബോഡിയിൽ ഒരു മാറ്റം വന്നതാണ്. ജിയാങ്കുവിൻ്റെത് ലേശം പ്രായമുള്ള ഒരു ബോഡിയായിരുന്നു. ആ ബോഡി ഇപ്പൊ ഒരു യുവാവിന്റെ ബോഡിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാർക്ക് പറഞ്ഞ വാചകം കേട്ടപ്പോൾ വല്ലാത്തൊരു കൗതുകം റിച്ചാർഡ് ഊവിന്റെ മുഖത്തുണ്ടായി. എന്തായാലും റിച്ചാർഡ് ഊവിനെയും ഷിയെയും യാത്രയാക്കി നോറയെ യാത്രയാക്കിയിട്ട് മാർക്ക് ജിയാങ്കുവിനെയും വിട്ടിട്ട് മാർക്കിന്റെ വസതിയിലേക്ക് തിരിച്ചു. മാർക്ക് ആ വസതിയിലേക്ക് കടക്കുമ്പോൾ മാർക്കിന്റെ മനസ്സിൽ പലതരം ആലോചനകളുമുണ്ട്. ഇപ്പോ മാർക്കിന്റെ ശരീരത്തിൽ വല്ലാത്തൊരു ശക്തി വന്നിട്ടുണ്ട്. ആ ശക്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് വീട്ടിലെത്തുന്നത്. വീട്ടിൽ മാർക്കിന്റെ മുറിയിലെത്തിയ മാർക്ക് ആദ്യം ചെയ്തത് ആ കറുത്ത പ്രതിമ പുറത്തെടുക്കുക എന്നുള്ളതാണ്. മാർക്കിന്റെ ബോഡിയിൽ കയറിയിരിക്കുന്ന ആ ആൻസിസ്റ്ററുടെ
ഡിവൈൻ സെൻസ് മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം അവൻ്റെ അച്ഛൻ്റെ ആ ശേഖരത്തിൽ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ച് മായ്ക്കുന്ന പ്രക്രിയയാണ് ആദ്യം ചെയ്തത്. മാർക്കിന് നേരത്തെ തന്നെ അറിയാം ആ ആൻസസ്റ്റർക്ക് ഏത് നിമിഷം വേണമെങ്കിലും മാർക്കിനെ കീഴ്പ്പെടുത്തി മാർക്കിൻ്റെ ബോഡി സ്വന്തമാക്കാൻ പറ്റുമെന്ന്. അതിനുവേണ്ടിയാണ് മാർക്കിൻ്റെ ബോഡിയിലേക്ക് അയാൾ ഒരു മാർക്ക് ഇട്ടിരിക്കുന്നത്, ഒരു അടയാളം. ആ അടയാളം ഒരു നിയന്ത്രണ സംവിധാനമാണ്. മാർക്ക് നേരത്തെ അവൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയിലൂടെ പരതി ആ മാർക്ക് മായ്ക്കാനുള്ള ഐഡിയ കണ്ടുപിടിച്ചിരുന്നു. അതുകൊണ്ടാണ് മാർക്ക് വീട്ടിലെത്തിയ ആ നിമിഷത്തിൽ മാർക്കിൻ്റെ ബോഡിയിലുള്ള ആ ആൻസസ്റ്ററുടെ ഓർമ്മ മായ്ക്കാനുള്ള പരിപാടി ആരംഭിച്ചത്. ആ ഓർമ്മ മുഴുവൻ മായ്ച്ചു കഴിഞ്ഞതും മാർക്ക് ആ പ്രതിമയിലൊന്ന് തൊട്ടു. ആ പ്രതിമയിൽ മാർക്ക് തൊട്ടതും ആ പ്രതിമയ്ക്കുള്ളിലെ ആ ആൻസസ്റ്റർ അതിവേഗം പുറത്തു വന്നു. അയാൾ വലിയ സന്തോഷത്തിലാണ്. ഏയ്, സീല് തുറക്കാനുള്ള താക്കോല് കിട്ടിയോ? അത് കേട്ടപ്പോ മാർക്ക് ഫെല്ലർ പറഞ്ഞു, സീലോ? ഏത് സീല്? ഏയ്, നീ എന്തായി പറയുന്നത്? ഈ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് എന്നെ പുറത്തിറക്കാനുള്ള സീല് നിന്റെ കിട്ടിയില്ലേ? ഏയ് ആൻസിസ്റ്റർ, നിങ്ങൾ വലിയ ഫ്രോഡാണല്ലോ. ഏയ്, എന്താ പറഞ്ഞേ? ഞാൻ ഫ്രോഡാണെന്നോ? പിന്നെ അല്ലാതെ, നീ ഒരു ഫ്രോഡ് ആയതുകൊണ്ടല്ലേ നിന്നെ ആരോ ഇതിനകത്ത് ആക്കിയത്. ഏയ്, ആരാ നീ? ഞാൻ ആരാണെന്നോ? ഞാനാണ് മാർക്ക് ഫെല്ലർ. നീ മാർക്ക് ഫെല്ലറോ? ആ മാർക്ക് ഫെല്ലർ ഇത്രയും സംസാരിച്ചപ്പോ ആ ആൻസിസ്റ്റർക്ക് വളരെ സംശയം. ഒരു മാർക്ക് ഫെല്ലർ ഡാർക്ക് എർത്ത് വാലിയെ തകർക്കുമെന്നാണ് ആ ചെറുപ്പക്കാരൻ അയാളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ മാർക്ക് ഫെല്ലർ തകർക്കാൻ വേണ്ടിയാണ് അയാളുടെ ശക്തി മുഴുവൻ ആ ചെറുപ്പക്കാരനെ കൊടുത്തത്. എടാ, നീ എന്നെ കബളിപ്പിച്ച് എന്റെ ശക്തി നേടിയിരിക്കുകയാണല്ലേ. പക്ഷേ ഏയ് മാർക്ക്, നിനക്ക് എന്നെ അറിയില്ല. നീ എന്ത് കാണിച്ചാലും നിന്നെ വരുതിൽ വരുത്താൻ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ചിരിച്ചതും മാർക്ക് അയാളോട് പറഞ്ഞു, നിങ്ങള് എന്നെ അങ്ങ് നിയന്ത്രിച്ചിട്ട് എന്റെ ബോഡി പിടിച്ചെടുക്കാമെന്നല്ലേ ധരിക്കുന്നത്? നടക്കില്ല. ആഹാ, നടക്കില്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് അയാളുടെ ഡിവൈൻ സെൻസിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അയാളുടെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ പിടിച്ചെടുക്കാനായി അയാൾ ശ്രമിച്ചപ്പോൾ പെട്ടെന്ന് അയാൾക്ക് അത് മനസ്സിലായി. അയാൾ ഇട്ടിരുന്ന ആ അടയാളം അവിടെ ഇല്ല. ഇപ്പോൾ അയാളുടെ ഡിവൈൻ സെൻസിൽ 10% കപ്പാസിറ്റിയേ ഉള്ളൂ. ബാക്കി 90% ശക്തിയും അയാൾ മാർക്കിനെ കൊടുത്തിരിക്കുകയാണ്. ശക്തനായ മാർക്കിനെ ആ 10% ശക്തി ഉപയോഗിച്ച് അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ആ ആൻസസ്റ്ററിന് മനസ്സിലായതും അയാൾ ഒന്ന് പരിങ്ങി തുടങ്ങി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ കൈയൊന്നുയർത്തി. ശരിക്കും മാർക്കിന്റെ കൈക്കുള്ളിലേക്ക് അയാളുടെ കഴുത്ത് വന്ന് പെടുകയായിരുന്നു. ശരിക്കും ഒരു പുക പോലെയാണ് അയാൾ നിൽക്കുന്നെങ്കിലും മാർക്ക് അയാളുടെ കഴുത്തിലേക്ക് ഒന്ന് പിടിച്ചിട്ട് അയാളോട് പറഞ്ഞു, ഇനി നീ വേണ്ട. ഞാൻ നിന്റെ ഡാർക്ക് എർത്ത് വാലിയെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന നിന്റെ മുഴുവൻ ആളുകളെയും ഞാൻ കൊന്നിട്ടുണ്ട്. അവർക്ക് ഒരു കൂട്ട് വേണമെന്ന് അവർ എന്നോട് പറഞ്ഞു. നിന്നെ അങ്ങോട്ട് അയക്കാമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ നിനക്ക് ഞാൻ വേറൊരു സ്ഥലം തരാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിന്റെ ആ ഡിവൈൻ ജഡ്ജ്മെന്റ് ആ പ്രകാശ രൂപത്തിൽ ആ ബോഡിയിലേക്ക് പതിച്ചു. ശരിക്കും ഒരു പുക മാത്രമാണ് മുന്നിൽ നിൽക്കുന്നെങ്കിലും ആ പുകയിലേക്ക് മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് ഒരു സുവർണ പ്രകാശം പതിച്ചതും ആ ബോഡി ഒന്ന് വിറച്ചു. ആ നിമിഷത്തിൽ തികച്ചും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം മാർക്ക് ചെയ്തു. മാർക്ക് ആ പുക അങ്ങ് വിഴുങ്ങി. ആ പുകയിലുള്ള ഡിവൈൻ സെൻസ് മാത്രം വലിച്ചെടുത്ത് മാർക്ക് അങ്ങ് വിഴുങ്ങിയായിരുന്നു. ആ ഡിവൈൻ സെൻസ് മാർക്കിന്റെ ബോഡിക്കുള്ളിലേക്ക് കടന്നതും മാർക്കിന്റെ ബോഡി ഒന്ന് വിറച്ചു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞതും മാർക്കിന്റെ ശരീരത്തിന് ഒരു ശക്തി വർദ്ധിച്ചതുപോലൊരു തോന്നൽ. ഇത് കൊള്ളാലോ, ആളുകളുടെ ഡിവൈൻ സെൻസ് വിഴുങ്ങാൻ പറ്റിയാൽ ശക്തി കൂടും. മാർക്ക് അങ്ങനെ കരുതുന്ന ആ നിമിഷത്തിൽ മാർക്കിന് ഒരു സ്ട്രെയിഞ്ച് ഫീലിംഗ് ഉണ്ടായി. ആരോ മാർക്കിന്റെ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന ആളുകളുടെ ഇന്റേണൽ സ്ട്രെങ്ത് റിലീസ് ചെയ്യുന്ന എനർജി മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഉപയോഗിച്ച് അളക്കാൻ പറ്റുന്നുണ്ട്. അവരൊക്കെയും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. വെറും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അല്ല, പീക്ക് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. മാർക്ക് ആ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് മാർക്ക് ആ ഇരുട്ടത്ത് നോക്കി അവരോട് പറഞ്ഞു, എന്തായാലും നിങ്ങൾ ഇവിടം വരെ എത്തിയതല്ലേ, ഒളിക്കണ്ട, മുന്നോട്ട് വാ. അത് കേട്ടതും 3 ആളുകൾ മുന്നോട്ട് വന്നു. മാർക്ക് ഫെല്ലർ, നീ ഞങ്ങളെ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഞങ്ങളും നിന്റെ അടുത്തേക്ക് വരാം. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. ആ 3 ആളുകളെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്കിന് പോലും ഒരു വിറയിൽ ഉണ്ടാവുകയാണ്. 3 പേരും പീക്ക് ലെവൽ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണ്. ഗ്രാൻഡ് മാസ്റ്റേഴ്സിന്റെ അവസാനത്തെ ലെവലിൽ നിൽക്കുന്ന ആ 3 പേരെയും ഒരുമിച്ച് നേരിടാൻ തനിക്ക് പറ്റില്ല എന്ന യാഥാർത്ഥ്യം മാർക്കിനെ അറിയാം. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ.
കമൻറ്റുകൾ ചെയ്യുക. താങ്ക് യു.